സേജ് പ്ലസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും വെൽക്കം. ഇന്ന് നമ്മൾ ഇംഗ്ലീഷിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്ററാണ് ചാപ്റ്റർ 4 ബോളി. അപ്പം ഈ ഒരു ചാപ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. അവളുടെ ആ ഒരു നാട്ടിൻ പ്രദേശത്ത് ജനിച്ച് വളർന്നിട്ടുള്ള ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി അനുഭവിക്കുന്ന ദുരനുഭവങ്ങളെ കുറിച്ചിട്ട് പിന്നീട് അതിൽ നിന്ന് അവളൊരു സെൽഫ് റിയലൈസേഷൻ നേടുകയാണ്. അതിൻ്റെ ഒരു കഥയാണ് ഇത്. റിട്ടൺ ചെയ്തിരിക്കുന്നത് KA അബ്ബാസ് ആണ് കേട്ടോ. അദ്ദേഹത്തിൻ്റെ വളരെ നല്ലൊരു കഥയാണ് ബോലി എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് എൻ്റെ കഥയും വായിച്ചിട്ട് നമ്മൾ ഈ ഒരു ക്ലാസ്സിനെ ദീർഘിപ്പിക്കുന്നില്ല. ഇതിൻ്റെ സമ്മറിയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ എന്താണ് ഇതിൽ ഫസ്റ്റ് പറയുന്നതെന്ന് നോക്കാം. ദിസ് ഈസ് എ സ്റ്റോറി ഓഫ് എ ഗേൾ നെയ്മഡ് സുലേഖ. അപ്പോൾ എന്താണ് ദിസ് ഈസ് എ സ്റ്റോറി ഓഫ് എ ഗേൾ നെയ്മഡ് സുലേഖ. ഇതിലെ മെയിൻ കഥാപാത്രം ആരാണ് വരുന്നത്? സുലേഖ എന്ന് പറയുന്ന, സുലേഖ എന്ന പേര് വരുന്ന ഒരു കുട്ടിയുടേതാണ്. നിക് നെയ്മഡ് ബോലി. അപ്പോൾ എന്താണ് ഈ ഒരു സുലേഖേനെയാണ് നമ്മൾ ബോലി എന്ന് വിളിക്കുന്നത്. എല്ലാവർക്കും ചെല്ലപ്പേരുണ്ടാവും അല്ലേ. അപ്പോൾ ഈ ഒരു സുലേഖയുടെ ചെല്ലപ്പേരാണ് ബോലി എന്ന് പറയുന്നത്. Who has faced challenges since childhood. സിൻസ് ചൈൽഡ്ഹുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുപ്പം മുതലേ അവൾ എന്താണ് ചലഞ്ചസ്, പലതരത്തിലുള്ള അനുഭവങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ, അഭിമുഖീകരിച്ചിട്ടുണ്ടെന്ന് നമുക്ക് പറയാം. ഷീ ഈസ് ദ 4th ഡോട്ടർ ഓഫ് നമ്പർദർ രാംലാൽ. അപ്പോൾ ഇതിലുള്ള മറ്റൊരു കഥാപാത്രത്തെ നമ്മൾ പരിചയപ്പെടുകയാണ്, നമ്പർദർ രാംലാൽ. അപ്പം ഈ ഒരു ബോലിയുമായിട്ട് ഇയാൾക്ക് എന്താണ് ബന്ധം? ബോലിയുടെ അച്ഛനാണ് നമ്പർദർ രാംലാൽ വരുന്നത്. അദ്ദേഹത്തിൻ്റെ 4ാമത്തെ പെൺമകളാണ്, അല്ല പെൺകുട്ടിയാണ്. മക്കളിൽ 4ാമത്തെ ആളാണ് നമ്മുടെ ഈ ഒരു ബോലി വരുന്നത്. ഷീ സഫേർഡ് എ ഹെഡ് ഇഞ്ചുറി ആസ് എ ബേബി. അപ്പോൾ എന്താണ് കുഞ്ഞായിരിക്കുമ്പോഴേ അവൾക്ക് എന്താണ് തലയ്ക്ക് ഒരു ആഘാതം ഏറ്റിട്ടുണ്ട്, ഹെഡ് ഇഞ്ചുറി വന്നിട്ടുണ്ടായിരുന്നു. പോസിബിളി അഫക്റ്റിംഗ് ഹെർ ബ്രെയിന്. അപ്പോൾ അതെന്ത് അഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു? അവളുടെ ബ്രെയിനെയും അത് അഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അറ്റ് ദ ഏജ് ഓഫ് 2 ഷീ ഹാഡ് സ്മോൾ പോക്സ്. അപ്പം പിന്നീട് പറയുന്നത് അവളുടെ അറ്റ് ദ ഏജ് ഓഫ് 2, അതായത് 2ാമത്തെ വയസ്സിൽ ഷീ ഹാഡ് സ്മോൾ പോക്സ്. എന്താണ് സ്മോൾ പോക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും വസൂരിയാണ് അല്ലേ. അപ്പം അവളുടെ 2ാമത്തെ വയസ്സിൽ അവൾക്ക് എന്താണ് വസൂരി വന്നിട്ടുണ്ടായിരുന്നു. ലീവിങ് ഹെർ വിത്ത് ഡിസ്ഫിഗറിങ് ബ്ലാക്ക് പോക്ക് മാർക്സ് ഓൺ ഹെർ ബോഡി. അപ്പം ഇങ്ങനെ വസൂരി വന്നു കഴിഞ്ഞാൽ അവൾക്ക് ആ ഒരു ടൈമിലല്ലാണ്, ഈ ഒരു ടൈമിലാകുമ്പോഴത്തേക്കും അത് വന്നു കഴിഞ്ഞ് പോയി കഴിഞ്ഞാലുള്ള ഒരു ബ്ലാക്ക് മാർക്ക് ഉണ്ടാവും അല്ലേ ശരീരമൊട്ടാക്കി. അപ്പോൾ അത് ഇന്നത്തെ കാലത്ത് പോക്കാനുള്ള ഓയിൻമെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇത് മുന്നത്തെ കാലം അല്ലെങ്കിൽ ആ ഒരു രീതിയിലായതുകൊണ്ട് തന്നെ ഇതിനുള്ള ട്രീറ്റ്മെൻ്റ് ഒന്നും ഉണ്ടായില്ല അന്നത്തെ കാലത്ത്. അതുകൊണ്ട് തന്നെ എന്താണ് അവളുടെ ആ ഒരു ബോഡിയിൽ ഇതിൻ്റെ മാർക്ക് കാര്യങ്ങൾ അല്ലെ, കറുത്ത പാടുകൾ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതാണ് ഡിസ്ഫിഗറിങ് ബ്ലാക്ക് pock marks on her body. She couldn't speak until the age of 5 and stammered when she finally learned. Boli's siblings were healthy. അപ്പോൾ എന്താണ് ഷീ couldn't speak until the age of 5. അതായത് until the age of 5 എന്ന് വെച്ച് കഴിഞ്ഞാൽ 5ാമത്തെ വയസ്സ് എത്തുന്നത് വരെ എന്താണ് ഈ ബോളിക്ക് സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് സ്റ്റാമേർഡ് എന്ന് വെച്ചാൽ എന്താണ് മുരടിക്കുക എന്നാണ് അർത്ഥം വരുന്നത്. സ്റ്റാമേർഡ് വിച്ച് മീൻസ് മുരടിക്കുക. അപ്പോൾ 5ാമത്തെ ഏജ് വരെ എന്താണ് ഈ ഒരു ബോലി സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തെങ്കിലും സംസാരിക്കാൻ ഒരു മുരടിപ്പ് ഉണ്ടായിരുന്നു അല്ലേ. ഈ കുട്ടി ഒരു വളർച്ചയില്ലായ്മ എന്ന് പറയില്ലേ നമ്മൾ, ഇത്ര വയസ്സായിട്ട് പോലും നല്ല രീതിയിൽ സംസാരിക്കാത്ത കുട്ടികളെയോ അല്ലെങ്കിൽ നല്ല രീതിയിൽ മറ്റുള്ള കുട്ടികളെ പോലെ ആവാത്ത കുട്ടികളെ നമ്മൾ മുരടിക്കുക എന്ന് പറയൂലേ. അപ്പം വെൻ ഷീ ഫൈനലി ലേൺഡ് ബോലീസ് സിബ്ലിങ്സ് വർ ഹെൽത്തി. അപ്പം കൂടാതെ എന്താണ് സിബ്ലിങ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർക്കുക, സിബ്ലിങ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂടപ്പിറപ്പുകളെയാണ് കേട്ടോ സിബ്ലിങ്സ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ബോലിയുടെ സിബ്ലിങ്സ് ഒക്കെ ഹെൽത്തി ആയിരുന്നു, പക്ഷേ ഇവൾക്ക് മാത്രമായിരുന്നു ഈ ഒരു പ്രോബ്ലം ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഇനി
So Ramlal was much concerned about Boli's future due to her lack of good looks and intelligence. അപ്പം ഇവിടെ ബോലിയുടെ അച്ഛനായിട്ടുള്ള രാംലാൽ ഈ ഒരു കാര്യത്തിൽ ഭയങ്കരമായിട്ട് കൺസേൺഡ് ആയിരുന്നു, ആശങ്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം എന്താണ്, തൻ്റെ മകളുടെ ഭാവിയെക്കുറിച്ച് ആലോചിച്ചിട്ടാണ്. കാരണം അവൾക്ക് ഇങ്ങനെ സ്മോൾ പോക്സ് വന്നേ പിന്നെ അവളുടെ എന്താണ് നല്ല രീതിയിലുള്ള ഫിഗർ ഇല്ല. കാരണം എന്താണ്, അവിടെ കുറേ കറുത്ത പാടുകളുണ്ട്. അപ്പോൾ അതാണ് ലാക്സ് ഓഫ് ഗുഡ് ലുക്സ് എന്ന് പറയുന്നത്. മറ്റുള്ള പെൺകുട്ടികളെ പോലെയല്ല, എന്താ ഇവൾ കുറച്ച് ഇങ്ങനെ മുഖത്ത് പാടുകളായിട്ട് വരുന്നുണ്ട്. പിന്നെ ആണെങ്കിൽ ബ്രെയിൻ ഇഷ്യൂ പറഞ്ഞിട്ടുണ്ടല്ലോ ആ ഇഞ്ചുറീനെ തുടങ്ങിയിട്ട്. അപ്പോൾ അത് ഇൻ്റലിജൻസ് കുറവുണ്ടെന്ന് ഇയാൾ ആശങ്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. This session unfolds themes of beauty, social expectations and the treatment of individuals with differences. അപ്പോൾ ഇവിടെ എന്താണ് ഈ ഒരു സെക്ഷനിൽ പറയുന്നത് എന്താണെന്നാണ്, അതായത് അൺഫോൾഡ്സ് ദ തീംസ് ഓഫ് ബ്യൂട്ടി. അൺഫോൾഡ് ചെയ്യാന്ന് വെച്ചാൽ അനാവരണം ചെയ്യുക. അപ്പം ഇവിടെ എന്താ പറയുന്നത്, അതായത് ഇപ്പോൾ ഈ ഒരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ ഗേൾസിന് സൗന്ദര്യം മസ്റ്റാണ്, അല്ലെങ്കിൽ സൗന്ദര്യമുള്ള കുട്ടികൾക്കേ ഭാവിയുള്ളൂ എന്നുള്ളൊരു തെറ്റായിട്ടുള്ള ധാരണ വരുന്നുണ്ടായിരുന്നു അന്നത്തെ കാലത്ത്. പിന്നെ ആണെങ്കിൽ സോഷ്യൽ എക്സ്പെക്റ്റേഷൻ, സാമൂഹിക പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. എന്താണ്, ഇങ്ങനെ ഗുഡ് ലുക്കിംഗ് അല്ലാത്ത കുട്ടികൾക്ക് എന്താണ് നല്ലൊരു മാരേജ് നടക്കത്തില്ല എന്നുള്ള കാര്യങ്ങളോ, അല്ലെങ്കിൽ മറ്റുള്ളവർ നോക്കിക്കാണുന്നത് പലതരത്തിലാണെന്നുള്ള രീതിയിലേക്കും. പിന്നെ ആണെങ്കിൽ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഇൻഡിവിജ്വൽ വിത്ത് ഡിഫറൻസസ്, അതായത് ഭംഗിയില്ലാത്തതോ ഇൻ്റലിജൻസ് കുറവായതോ കൊണ്ട് തന്നെ ബാക്കിയുള്ള കുട്ടികൾ വേറെ എന്തോ അപൂർവ വസ്തുക്കളെ കാണുന്ന പോലെയോ അവരോട് പെരുമാറുന്നതോ എല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള തരത്തിലാണെന്നുള്ള ഒരു സൊസൈറ്റൽ എക്സ്പെക്റ്റേഷൻസ് അന്ന് നിലനിന്നിട്ടുണ്ടായിരുന്നു എന്നാണ് ഈ ഒരു സെക്ഷൻ പറയുന്നത്. Next section marks a turning point in Boli's life as it offers her an opportunity for education and personal growth. അപ്പോൾ രണ്ടാമത്തെ സെഷന് നമ്മൾ ചാപ്റ്ററിൽ വരുമ്പോഴേക്ക് അത് റിമാർക്ക് ചെയ്യുന്നത് ബോലിയുടെ ലൈഫിൽ ഉണ്ടായിരുന്നിട്ടുള്ള വലിയൊരു ടേണിംഗ് പോയിൻ്റാണ് ആ ഒരു സെഷനിലുടനീളം പറയുന്നത്. As it offers her an opportunity for education and personal growth. നമ്മുടെ സ്വന്തം ലൈഫ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ഏറ്റവും വലിയ നല്ല മാർഗം എന്ന് വെച്ചാൽ എഡ്യൂക്കേഷൻ തന്നെയാണ്. എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പേഴ്സണ് എന്താണ് ഒന്ന് സാമ്പത്തിക ഭദ്രത അല്ലെങ്കിൽ കുറച്ചും കൂടെ ഫിനാൻഷ്യൽ ഫ്രീഡം ഒക്കെ ലഭിക്കുന്നതായിരിക്കും കുറച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അതേപോലെ തന്നെ ഇതിൽ ബോലിയുടെ ലൈഫിലേക്കും വലിയൊരു ടേണിംഗ് പോയിന്റ് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇവൾക്ക് ഈ ഒരു എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണ് ചെയ്യുന്നത്. In their village, a girls' primary school opens when Boli becomes a 7-year-old girl. അപ്പം അവളുടെ വില്ലേജിൽ, in their village, a girls' primary school, അല്ലേ, പെൺകുട്ടികൾക്കായിട്ടുള്ള പ്രൈമറി സ്കൂള് ഓപ്പൺ ചെയ്യാണ്. when Boli becomes 7-year-old. അപ്പം ബോലിക്ക് 7-ാം വയസ്സാവുന്ന ആ ഒരു ടൈമിലാണ് എന്താണ് നമ്മുടെ ഈ ഒരു വില്ലേജിൽ, ബോലിയുടെ വില്ലേജിൽ ഒരു പ്രൈമറി സ്കൂൾ ഓപ്പൺ ചെയ്യുന്നത്. The Tehsildar urges Ramlal to send his daughters to school, but Ramlal's wife opposes the idea. അപ്പം ആ ഒരു വില്ലേജിലെ തെഹസിൽദാർ രാംലാലിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്താണ് അവരുടെ മക്കളെ, പെൺകുട്ടികളെ സ്കൂളിലേക്ക് അയക്കാൻ വേണ്ടിയിട്ട്. എന്നിരുന്നാൽ നമ്മുടെ രാംലാലിൻ്റെ വൈഫ് മറ്റൊരു കഥാപാത്രമാണ് ഇതിൽ വരുന്നത്. അപ്പം അതായത് ബോലിയുടെ അമ്മ ഇതിന് എതിരെ നിന്നു, ഒപ്പോസസ് ദി ഐഡിയ, ഈ ഒരു ഐഡിയക്ക് എതിരെ നിന്നു. കാരണം എന്താണ്, ഫിയറിങ് ഇറ്റ് വിൽ മേക്ക് ദെയർ ഡോട്ടേഴ്സ് ലെസ് മാരേജബിൾ. അപ്പോൾ എന്താണ് ഈ ഒരു ബോലിയുടെ അമ്മയ്ക്ക് ഉണ്ടായിരുന്ന പേടി എന്ന് പറയാൻ, അതായത് ഇങ്ങനെ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കിട്ടുമ്പോൾ അത് വിവാഹം ചെയ്യാൻ കുറവ് കാണിക്കുന്ന ഒരു രീതിയിലേക്കായിരുന്നു അന്നത്തെ സിസ്റ്റം. പെൺകുട്ടികൾ കുറച്ച് പഠിച്ചാൽ മതി എന്നുള്ള ആ ഒരു ഇതിൽ വളർന്നു വന്ന ആൾക്കാരായിരുന്നു അന്നത്തെ കാലത്തുള്ള ആ ഒരു മനുഷ്യർ. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസം കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ കുട്ടികളെ ആരും കെട്ടാതെ ആവുമോ എന്നുള്ള ഒരു ആകുലത ആ ഒരു അമ്മയ്ക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നീട് വരുന്നത് ഷീ സജസ്റ്റ് സെൻഡിങ് ബോലി ഹു ഹാസ് ലോ ചാൻസസ് ഓഫ് മാരേജ് ഡ്യൂ ടു ഹെർ അപ്പിയറൻസ് ആൻഡ് ലാക്ക് ഓഫ് ഇൻ്റലിജൻസ്. അപ്പം ഇതിന് ബദലായിട്ടൊരു ഐഡിയ പറഞ്ഞു കൊടുക്കുന്നതും ഈ ഒരു ബോലിയുടെ അമ്മ തന്നെയാണ്. ഷീ സജസ്റ്റ് സെൻഡിങ് ബോലിയെ
സ്കൂളിലേക്ക് അയച്ചാലോ എന്നുള്ളൊരു നിർദ്ദേശം അവർ വെച്ചിട്ടുണ്ടായിരുന്നു. ഹു ഹാസ് ലോ ചാൻസസ് ഓഫ് മാരേജ്. അപ്പോൾ ഈ ബോലിയുടെ അമ്മ എന്താണ് അവിടെ പറയുന്നത്, ഇങ്ങനെ സ്കൂളിലേക്ക് അയച്ചാലോ എന്ന് പറയുന്നത്? കാരണം ബോലി ഇപ്പം ഒരു ഡിസ്ഫിഗർ ആണല്ലേ, ആ ഒരു ബ്ലാക്ക് പോക്സ് മാർക്കൊക്കെ ഉണ്ട് അയാളുടെ മുഖത്ത്, ഈ ഒരു ബോലിയുടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവളുടെ കല്യാണം നടക്കാൻ ചിലപ്പോൾ ചാൻസ് കുറവാണെന്ന് വിചാരിച്ചുകൊണ്ട് അവിടെ ബോലിയെ സ്കൂളിലേക്ക് അയക്കാമെന്ന് ഇവിടെ അമ്മ പറയാണ്. ശരിക്കും അവിടെ എന്താണ്, ഇതാണ് ശരിക്കും ബോലിയുടെ ജീവിതത്തിലെ വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിട്ട് വരുന്നത്. ഒരു എഡ്യൂക്കേഷൻ കിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് പെൺകുട്ടികൾക്ക് അതൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് അല്ലേ. അപ്പം ഇങ്ങനെ ചില സമയത്ത് ഉർവശി ശാപം ഉപകാരം എന്ന് പറയുന്നത് പോലെയാണ് ഇവിടെ ബോലിയുടെ കേസിലും. എന്തുകൊണ്ടാണ് അത്രയ്ക്കും വിദ്യാഭ്യാസം നൽകാത്ത ഫാമിലിയിൽ നിന്ന് ജനിച്ചിട്ട് ഇത്തരത്തിൽ ഈ ഒരു ഡിസ്ഫിഗർ ആയതുകൊണ്ടോ അല്ലെങ്കിൽ മാരേജ് ചെയ്യാൻ പറ്റാത്ത ഒരാളായതുകൊണ്ടോ ആണ് അവൾക്ക് ആ ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയല്ലേ, എഡ്യൂക്കേഷൻ കിട്ടണം എന്നുള്ളത്. ബാക്കിയുള്ള അവളുടെ സിസ്റ്റേഴ്സിനെ അപേക്ഷിച്ച് നോക്കുന്നതാണെങ്കിൽ അവൾക്ക് നല്ലൊരു കാര്യമാണ് അവിടെ കിട്ടിയിരിക്കുന്നത്. ഡ്യൂ ടു ഹാവ് അപ്പിയറൻസ് ആൻഡ് ലാക്ക് ഓഫ് ഇൻ്റലിജൻസ്. അപ്പം ബോലിയെ സ്കൂളിലേക്ക് അയക്കാമെന്ന് ഈ ഒരു അമ്മ അവിടെ പറയുന്നത്, അതായത് അവൾക്ക് കല്യാണം നടക്കില്ല. കാരണം എന്തുകൊണ്ടാണ്, അവളുടെ ലുക്ക് അത്ര പോരാ അല്ലേ, കൂടാതെ ഇൻ്റലിജൻസ് കുറവുമാണ്. റിലക്റ്റൻലി രാംലാൽ ഡിസൈഡ്സ് ടു ടേക്ക് ബോലി ടു സ്കൂൾ. അപ്പം റിലക്റ്റൻലി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, മനസ്സില്ലാ മനസ്സോടെ. ഇവിടെ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോലിയോട് ഈ ഒരു രാംലാലിന് നല്ല സ്നേഹമുണ്ട് കേട്ടോ, ഒരു സ്നേഹം ഉള്ള ഒരു അച്ഛൻ തന്നെയാണ്. അപ്പം ഈ ഒരു മനസ്സില്ലാ മനസ്സോടെ ഇവിടെ രാംലാൽ ഒരു തീരുമാനം എടുക്കുകയാണ് ബോലിയെ സ്കൂളിലേക്ക് പറഞ്ഞയക്കാമെന്ന്. ബട്ട് ഷീ ഈസ് ടെറിഫൈഡ് ബിക്കോസ് ഷീ ഡസൻറ്റ് നോ വാട്ട് ടു എക്സ്പെക്റ്റ്. അപ്പോൾ എന്താണ്, ഇവിടെ ബോലി ശരിക്കും ടെറിഫൈഡ് ആണ്, അതായത് പരിഭ്രമിച്ചിട്ടുണ്ട്. ബിക്കോസ് ഷീ ഡസൻറ്റ് നോ വാട്ട് ടു എക്സ്പെക്റ്റ്, എന്താണ് നെക്സ്റ്റ് നടക്കുന്നതെന്ന് അവൾക്ക് ഒരു വലിയ ധാരണ ഉണ്ടായിരുന്നില്ല എന്നതാണ്. Her father insists she must wear decent clothes for her first day. അപ്പം അവളുടെ ബോലിയുടെ അച്ഛൻ രാംലാൽ ഇൻസിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, നിർബന്ധം പിടിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ക്ലാസ്സിലേക്ക് പോകുമ്പം, സ്കൂളിൽ പോകുന്ന ഫസ്റ്റ് ഡേ നല്ല ഡ്രസ്സ് തന്നെ ബോലി ധരിക്കണമെന്ന്. Boli, who usually receives hand-me-downs, has given a clean dress that no longer fits her sister Chamba. അപ്പോൾ എന്താണ്, ബോലി കൂടുതലും ബോലിക്ക് യൂഷ്വലി എപ്പോഴും കിട്ടിയിട്ടുണ്ടായിരുന്നത് എന്തൊക്കെയാണ്, അതായത് ഹാൻഡ് മീ ഡൗൺസ്. ഇവിടെ കണ്ടില്ലേ ഹാൻഡ് മീ ഡൗൺസ് എന്ന് പറയുന്നത്, അതായത് ഒരാൾ ഉപയോഗിച്ച് കഴിഞ്ഞ വസ്തുവിനെയാണ് ഹാൻഡ് മീ ഡൗൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഒരിക്കലും ഉപയോഗിച്ചത്, അതിനെ നമ്മൾ ഹാൻഡ് മീ ഡൗൺസ് എന്ന് പറയും. ഇപ്പം ഈ ഒരു ബോലി 4ാമത്തെ പെൺകുട്ടിയാണ്, അപ്പോൾ അവളുടെ മുകളിൽ ചേച്ചിമാരുണ്ടാവും അല്ലേ, അപ്പോൾ അവർ ഉപയോഗിച്ച വസ്തുക്കളാണ് കൂടുതലായിട്ടും ബോലി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു വസ്ത്രമാണ്, ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടുള്ള ഒരു ഡ്രസ്സായിരുന്നു ബോലിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അവളുടെ സിസ്റ്ററായിട്ടുള്ള ചാമ്പയുടെ ആയിരുന്നു അത് കിട്ടിയിട്ടുണ്ടായിരുന്നത്. കാരണം ചാമ്പക്ക് അത് ടൈറ്റ് ആയിരുന്നു, പിന്നെ എന്തായാലും ടൈറ്റ് ആയി കഴിഞ്ഞാൽ യൂസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ, അല്ലെങ്കിൽ അത് നല്ല ഫിറ്റായിട്ട് നിൽക്കുന്നതാണെങ്കിൽ എന്താണ്, അത് അവളുടെ അനിയത്തിക്ക് കൊടുക്കുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് ഈ ഒരു സെഷൻ പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഇവിടെ ഷീ ഈസ് ബാത്ത്ഡ് ആൻഡ് ഗ്രൂംഡ്. ബാത്ത്ഡ് ആൻഡ് ഗ്രൂംഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം എന്താണ്, സ്കൂളിൽ ഫസ്റ്റ് ഡേ ആണ്, നമ്മുടെ ബോലി പോവാൻ തയ്യാറായി നിൽക്കുകയാണ്. ബാത്ത്ഡ് ആൻഡ് ഗ്രൂംഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുളിച്ച് ഭംഗിയായി നിൽക്കുന്നതിനാണ് കേട്ടോ സൂചിപ്പിക്കുന്നത്. മേക്കിംഗ് ഹെർ ബിലീവ് ദാറ്റ് സ്കൂൾ മൈറ്റ് ബി എ ബെറ്റർ പ്ലേസ് ദാൻ ഹെർ ഹോം. അപ്പോൾ എന്താണ്, അവൾ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു അവിടെ ആ ഒരു സ്കൂളെന്ന് പറയുന്നത് വീട്ടിനേക്കാൾ ഭയങ്കര നല്ല സ്ഥലമാണ്, അവൾക്ക് അനുയോജ്യമായിട്ടുള്ളൊരു സ്ഥലമായിരിക്കും ആ ഒരു സ്കൂളെന്ന്. കാരണം ഇവിടെ ചേച്ചിമാർ ഒന്നും വലിയ രീതിയിലുള്ള മൈൻഡ് ചെയ്യുന്നില്ല, ഗുഡ് ലുക്കിംഗ് ഒക്കെ അല്ലാത്തത് കൊണ്ട് തന്നെ. പിന്നെ ചിലപ്പം മേ ബി ആ സ്കൂൾ അവൾക്ക് നല്ലൊരു പ്ലേസാണെന്ന് അവൾ വിശ്വസിച്ചു. The section highlights the societal expectations regarding girls' education and marriage in a rural setting and sets the stage for Boli's journey of self-discovery. അപ്പോൾ എന്താണ് ഈ ഒരു സെക്ഷൻ പറയുന്നത്, സൊസൈറ്റൽ എക്സ്പെക്റ്റേഷനെ കുറിച്ചിട്ടാണ്. എന്തൊക്കെയാണ് സൊസൈറ്റൽ എക്സ്പെക്റ്റേഷൻ? കൂടുതൽ വിദ്യാഭ്യാസം അഭ്യസിച്ച കുട്ടികൾക്ക് മാരേജ് ചെയ്യാനുള്ള, കല്യാണം
പെട്ടെന്ന് നടക്കാനുള്ള ചാൻസ് ഇല്ല. അവർ ലെസ് മാരേജബിൾ ആണെന്നാണ് സൊസൈറ്റി പറയുന്നത്. ഇവിടെയുള്ള ഈ ഒരു റൂറൽ സെറ്റിങ്ങിൽ, ഈ ഒരു ഗ്രാമപ്രദേശങ്ങളിലുള്ള മനുഷ്യർ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ബോലി ഗുഡ് ലുക്കിംഗ് അല്ലാത്തത് കൊണ്ടും പിന്നെ ഇൻ്റലിജൻസ് കുറവായതുകൊണ്ടും അവളെ എന്താണ് ഈ ഒരു എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് അവൾക്കൊരു അനുഗ്രഹമായിട്ടാണ് തീർന്നത്. അതുകൊണ്ട് തന്നെ സെൽഫ് ഡിസ്കവറി നടത്താൻ അവൾക്ക് പറ്റുന്നുണ്ടായിരുന്നു. സെൽഫ് ഡിസ്കവറി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വയം കണ്ടെത്തുക എന്നാണ് അർത്ഥം വരുന്നത്. ഇതിപ്പോൾ നെക്സ്റ്റ് സെക്ഷൻ നോക്കാം. ബോലി അറൈവ്സ് അറ്റ് ദി സ്കൂൾ ആൻഡ് ഹർ ഫാദർ ഹാൻഡ്സ് ഹർ ഓവർ ടു ദ ഹെഡ് മിസ്ട്രസ്. അപ്പം ബോലി എന്താണ് സ്കൂളിലെത്തി, അറൈവ്സ് അറ്റ് ദി സ്കൂൾ ആൻഡ് ഹർ ഫാദർ അവളുടെ അച്ഛനായിട്ടുള്ള രാംലാൽ ഹാൻഡ്സ് ഹർ ഓവർ ടു ദ ഹെഡ് മിസ്ട്രസ്, അതായത് അവിടെയുള്ള പ്രധാന അധ്യാപികയുടെ കയ്യിലേക്ക് അവളെ ഏൽപ്പിച്ചു. അതാണ് ഹാൻഡ്സ് ഹർ ഓവർ ടു ദി ഹെഡ് മിസ്ട്രസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. She is filled with fear as she observes the classroom filled with the girls of her age. അപ്പോൾ എന്താണ്, ആദ്യ ദിനമാണ് അല്ലേ നമ്മുടെ സ്കൂളിലെ, എല്ലാവർക്കും പേടി ഉണ്ടാവും. ഈ ഒരു ബോലിക്കും അതേപോലെ തന്നെയാണ്. എന്നിരുന്നാൽ പോലും ഈ ഒരു ബോലിക്ക് എന്താണ് നല്ലൊരു പേടി ഉണ്ടായിരുന്നു അല്ലേ. ഷീ ഈസ് ഫിൽഡ് വിത്ത് ഫിയർ. അതുകൊണ്ട് തന്നെ പേടി ഉണ്ടായിരുന്നു. ഇവള് എങ്ങനെയാണ് ഒബ്സർവ് ചെയ്യാന്ന് വെച്ചാൽ നിരീക്ഷിക്കുക. ആ ഒരു ക്ലാസ്സിനെ മൊത്തത്തിൽ ഇവളങ്ങനെ പേടിച്ചിരുന്നിട്ട് പോലും ഇങ്ങനെ നിരീക്ഷിക്കുന്നതാണ് എന്താണ് അവിടെ നടക്കുന്നതെന്ന്. അപ്പോൾ അവൾ ശ്രദ്ധിച്ചത് എന്താണ്, അവിടെ അവളുടെ ഏജിലുള്ള കുറേ ഗേൾസ് അവിടെ ഉണ്ടെന്ന്, ആ ഒരു ക്ലാസ് റൂമിൽ ഉണ്ടെന്നാണ് അവൾ കണ്ടെത്തിയത്. Although she doesn't understand what's happening, she hopes to make a friend among them. അപ്പം അപ്പോഴും അവൾക്കൊന്നും മനസ്സിലാവുന്നില്ല അവിടെ എന്താ നടക്കുന്നതെന്നുള്ള ഒരു ഐഡിയ ഇല്ലാതെയാണ് അവൾ അവിടെ ആ ക്ലാസ്സിൽ ഇരിക്കുന്നത്. ഷീ ഹോപ്സ് ടു മേക്ക് എ ഫ്രണ്ട് among them. അപ്പോൾ ഇവൾ അവളുടെ സമപ്രായക്കാരായിട്ടുള്ള കുറേ ഗേൾസിനെ അവിടെ കാണുന്നുണ്ട്. അപ്പം അവൾ വിചാരിക്കുകയാണ്, മനസ്സിലിങ്ങനെ ആലോചിക്കുകയാണ് അവൾക്കും ഒരു ഫ്രണ്ടിനെ അവരിൽ നിന്ന് ഉണ്ടാവുന്നു അല്ലേ, ഒരു ഫ്രണ്ട് അവൾക്ക് വേണ്ടിയിട്ടും കാത്തിരിക്കുന്നു, അല്ലെങ്കിൽ കിട്ടുമെന്ന് അവൾ വിചാരിക്കുന്നുണ്ട്. വൈൽ ദ ലേഡി ടീച്ചർ സ്പീക്സ് ടു ദ ക്ലാസ്. അപ്പം ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരു ടീച്ചറുണ്ട്. ടീച്ചർ വന്നു, ആള് ക്ലാസ്സിൽ സംസാരിക്കുകയാണ്. അപ്പം ബോലി ഈസ് ക്യാപ്റ്റിവേറ്റഡ് ബൈ ദി കളർഫുൾ പിക്ചേഴ്സ് ഓൺ ദ വാൾ. അപ്പം ഇങ്ങനെ ടീച്ചർ എന്തോ കാര്യമായിട്ട് ക്ലാസ് എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോഴാണ് ബോലി എന്താണ് പെട്ടെന്ന് ഫസ്റ്റ് ടൈം അല്ലേ ക്ലാസ്സിൽ കയറുന്നത്. അപ്പോൾ ഇത്തരം പരിസരങ്ങളോടൊന്നും അവൾക്ക് അത്ര വലിയ പണ്ട് കണ്ടുപരിചയമില്ല. അപ്പം ഇവളെന്താണ് ഈ ഒരു ചുമരിലൊക്കെ ഭയങ്കരമായിട്ടുള്ള നല്ല കളർഫുൾ ആയിട്ടുള്ള പിക്ചേഴ്സൊക്കെ, വോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ചുമരെന്നാണ് കേട്ടോ അർത്ഥം. അപ്പോൾ ആ ഒരു ചുമരിലൊക്കെ ആ ഒരു കളർഫുൾ പിക്ചേഴ്സ് കാണുന്നുണ്ട്. അപ്പോൾ അത് വല്ലാതെ ബോലിയെ ക്യാപ്റ്റിവേറ്റ് ചെയ്യാൻ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്, ആകർഷിച്ചിട്ടുണ്ടായിരുന്നു. The teacher notices Boli and asks for her name, but Boli stammers. അപ്പോൾ എന്താണ് ഇങ്ങനെ ടീച്ചറെ ശ്രദ്ധിക്കാതെ, ടീച്ചർ എന്തോ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക, അപ്പോൾ ടീച്ചർ ശ്രദ്ധിക്കാതെ ഈ ഒരു ചുമരിലെ ചിത്രങ്ങൾ മൊത്തം ശ്രദ്ധിക്കുന്ന ഈ ഒരു ബോലിയെ ടീച്ചറും അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ ടീച്ചർ ബോലിയോട് ചോദിച്ചു, അവളുടെ പേരെന്താണെന്ന് ചോദിച്ചു. അപ്പം അങ്ങനെ പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ എന്താണ് ബോലി സ്റ്റാമറായിപ്പോയി, അതായത് സ്തംഭിച്ച് നിന്ന് പോയി കേട്ടോ. She burst into tears, feeling helpless. She keeps her head down, avoiding the laughter of the other girls in the classroom. അപ്പം ഷീ ബേസ്റ്റ് ഇൻ ടു ടീയേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അപ്പോൾ പെട്ടെന്ന് എന്താണ് കണ്ണുനീര് പൊട്ടി ഒഴുകുക എന്ന് പറയില്ലേ, പൊട്ടിക്കരയുക എന്ന്, അങ്ങനെ ആ ഒരു ഇതിൽ വന്നവള് ഫീലിംഗ് ഹെൽപ്ലെസ്, നിസ്സഹായമായിട്ട് നിൽക്കുന്ന രീതിയിലേക്കായിപ്പോയി അവള്. പെട്ടെന്ന് പേര് ചോദിച്ചു കഴിഞ്ഞപ്പോഴും എന്താ പറയേണ്ടതെന്നൊന്നും അറിയാത്തൊരവസ്ഥയിലായിട്ടാണ് ഉണ്ടാവും. ഷീ കീപ്സ് ഹെർ ഹെഡ് ഡൗൺ, അതായത് എന്തെങ്കിലും ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ മുഖം താഴ്ത്തി നിൽക്കില്ല, അതേപോലെയാണ് ഇപ്പോൾ അവൾ ബോലി നിൽക്കുന്നത് ആ ടീച്ചറുടെ മുന്നിൽ നിസ്സഹായമായിട്ട്. അവോയ്ഡിങ് ദ ലോഫർ ഓഫ് ദി അതർ ഗേൾസ് ഇൻ ദ ക്ലാസ് റൂം. അവിടെ ക്ലാസ് റൂമിൽ ബാക്കിയുള്ള കുട്ടികളൊക്കെ ഇവരെ നോക്കി ചിരിക്കുന്നുണ്ട് ബോലിനെ നോക്കി. അപ്പോൾ അതൊക്കെ പരിഗണിക്കാതെ അവളിങ്ങനെ തല കുനിച്ച് നിൽക്കുകയാണ്. ആഫ്റ്റർ സ്കൂൾ അവേഴ്സ് ബോലി റിമെയിൻസ് ഇൻ ഹർ കോർണർ. അപ്പോൾ സ്കൂൾ അവസാനിച്ചതിന് ശേഷവും ബോലി റിമെയിൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ തന്നെ നിൽക്കുക അല്ലേ, ഇൻ ഹർ കോർണർ. അവൾ എവിടെയാണോ ഇരിക്കുന്ന ആ ഒരു സ്ഥലത്ത് തന്നെ ബോലി അവിടെ ഉണ്ടായിരുന്നു സ്കൂൾ അവസാനിച്ചതിന് ശേഷവും. സോബി കരയുന്നുണ്ടായിരുന്നു.
ടു അഫ്രൈഡ് ടു ലീവ്. അപ്പോൾ അവിടെ നിന്ന് വിട്ടു പോകാൻ അവൾ അധികം അഫ്രൈഡ് ചെയ്യാൻ പേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ദ ടീച്ചേഴ്സ് ജെൻറ്റിൽ വോയിസ് കോൾസ് ടു ഹെർ. അപ്പം ടീച്ചേഴ്സ് ജെൻറ്റിൽ വോയിസ് എന്ന് വെച്ചാൽ എന്താണ്? സൗമ്യമായിട്ടുള്ള ശബ്ദം. അപ്പോൾ ടീച്ചറുടെ സൗമ്യമായിട്ടുള്ള ശബ്ദം അവളെ വിളിച്ചു. ഓഫറിങ് കംഫർട്ട് ആൻഡ് എൻകറേജ്മെൻറ്റ്. അപ്പോൾ എന്താണ്, അവിടെ ടീച്ചർ നല്ല രീതിയിലുള്ള മോട്ടിവേഷൻ അവൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിലെന്താണ്, കംഫർട്ട്, എപ്പോഴും നല്ല രീതിയിൽ ടീച്ചറുടെ സപ്പോർട്ട് ഉണ്ടാവാം. പിന്നെ എൻകറേജ്മെൻറ്റ്, ധൈര്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നതാണ് ബോലി ഫൈനലി മാസ്റ്റേഴ്സ് ദി കറേജ് ടു സ്റ്റാമർ ഔട്ട് ഹെർ നെയിം വിത്ത് ദ ടീച്ചേഴ്സ് സപ്പോർട്ട്. അപ്പോൾ എന്താണ്, ഈ ടീച്ചർ ഇപ്പം നല്ല രീതിയിലുള്ളൊരു സപ്പോർട്ടും എൻകറേജ്മെൻറ്റും ധൈര്യവും അല്ലെങ്കിൽ ആത്മവിശ്വാസമൊക്കെ കൊടുത്തിട്ടുണ്ട് ബോലിക്ക്. അപ്പം ആ ഒരു ചാപ്റ്റർ നന്നായിട്ട് തന്നെ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പം അതിനുശേഷം എന്താണ്, നമ്മുടെ ഈ ഒരു ബോലിക്കൊരു കറേജ്, ധൈര്യം കിട്ടിയിരിക്കുകയാണ് അല്ലേ. സ്റ്റാമർ ഔട്ട് ഹെർ നെയിം വിത്ത് ടീച്ചർ സപ്പോർട്ട്. ടീച്ചറുടെ സപ്പോർട്ടോടു കൂടെ തന്നെ അവളെ ഉൾവലിച്ചിട്ടുള്ള ആ ഒരു ഭയത്തിൽ നിന്ന് അവൾ മുക്തി നേടുകയാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഒരു എഡ്യൂക്കേഷൻ അവൾക്ക് പോസിബിൾ ആയിരിക്കുകയാണ്. The teacher affectionately reassures Boli that with time and daily attendance she will overcome her fear and speak like everyone else. അപ്പോൾ എന്താണ് പിന്നീട് നടന്നിട്ടുണ്ടായിരുന്നത്, ഈ ഒരു ടീച്ചർ അഫക്ഷനേറ്റ്ലി എന്ന് വെച്ചാൽ സ്നേഹപൂർവ്വം, റീഅഷ്വർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പ് നൽകുക. ദ ടീച്ചർ അഫക്ഷനേറ്റ്ലി റീഅഷ്വേഴ്സ് ബോലി അല്ലേ. എന്താണ്, അത്രയും സ്നേഹത്തോടു കൂടെ തന്നെ ഉറപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് എന്താണ്, ഉറപ്പ് വരുത്തുക, നൽകുക എന്നല്ല, ഉറപ്പ് വരുത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാ ക്ലാസ്സും നമ്മുടെ ഈ ഒരു ബോലി അറ്റൻഡ് ചെയ്യുന്നുണ്ടോ, എല്ലാം പ്രോപ്പർ കാര്യങ്ങളൊക്കെ അല്ല, അവരുടെ ഫിയറൊക്കെ പേടിയൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. എല്ലാവരുടെ കൂടെ ഇരുന്ന് നല്ല രീതിയിൽ സംസാരിക്കുന്നു, എല്ലാവരെ പോലെയും ആയി മാറിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഈ ഒരു ടീച്ചർ ശ്രദ്ധിച്ചു വന്നിട്ടുണ്ടായിരുന്നു. ബോലി ഈസ് ഗിവൺ എ കളർഫുൾ പിക്ചർ ബുക്ക് വിത്ത് വേർഡ്സ് ഇൻ എ ബിഗ് ബ്ലാക്ക് ലെറ്റേഴ്സ് ആൻഡ് ഈസ് ടോൾഡ് ഷീ വിൽ ലേൺ ടു റീഡ് ഇറ്റ് ഇൻ എ മന്ത് ഫോളോഡ് ബൈ ബിഗർ ബുക്സ്. അപ്പോൾ പിന്നീട് അവളുടെ വിദ്യാഭ്യാസത്തിലുള്ള വളർച്ചയെ കുറിച്ചിട്ടാണ് ഈ ഒരു ലൈൻസ് ഒക്കെ പറയുന്നത് കേട്ടോ. എന്താണ്, അതായത് അവൾ നല്ല കളർഫുൾ പിക്ചറുള്ള ബുക്കൊക്കെ വായിക്കാൻ തുടങ്ങിയെന്ന്, പിന്നെ ബ്ലാക്ക് ലെറ്റേഴ്സ് അല്ലേ. അപ്പോൾ അതൊക്കെ അവൾ വായിച്ചു തുടങ്ങി. അതിനെന്താണ്, അതവളെ ഭയങ്കര രീതിയിൽ വളർത്തിയിട്ടുണ്ട് ഈ ഒരു ബുക്ക് വായനാലെ. അപ്പം ഇത് വിത്തിൻ ഒരു മന്തിൻ്റെ ഉള്ളിൽ തന്നെ അവൾ പല കാര്യങ്ങൾ വായിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചെറിയ ബുക്ക് വായിച്ചു തുടങ്ങി, അത് പിന്നീട് എന്താണ് വലിയ വലിയ ബുക്കുകളിലേക്ക് അവസാനിക്കാനുണ്ടായിരുന്നു അല്ലേ. അവസാനം ഇല്ല, അത് കണ്ടിന്യൂ ചെയ്യാണ് തുടങ്ങിയത്. ഇവിടെ എന്താണ് പരാമർശിക്കുന്നത്, അതായത് ഈ ഒരു ബോലിയുടെ ജീവിതത്തിൽ എഡ്യൂക്കേഷൻ കൊണ്ട് വന്നിട്ടുള്ള മാറ്റമാണ്. അവൾ ചെറിയ കാര്യങ്ങൾ പഠിച്ചു തുടങ്ങി, പിന്നീട് വലിയ വലിയ ബുക്ക് കാര്യങ്ങളൊക്കെ വായിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഷീ ഈസ് എൻകറേജ്ഡ് ദാറ്റ് ഷീ വിൽ ബിക്കം മോർ എഡ്യൂക്കേറ്റഡ് ദാൻ എനിവൺ ഇൻ ദി വില്ലേജ്. അപ്പോൾ അവൾക്കുണ്ടായിരുന്ന ഒരു പ്രോത്സാഹനം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അവളാണ് ആ ഒരു വില്ലേജിലെ തന്നെ ഏറ്റവും അല്ലേ, ബാക്കിയുള്ള ഗേൾസിനെ അപേക്ഷിച്ചിട്ട് ഏറ്റവും നല്ല വിദ്യാഭ്യാസം കിട്ടിയിട്ടുള്ള കുട്ടിയെന്ന് അവൾക്കുള്ള ഒരു പ്രോത്സാഹനമായിരുന്നു അത്. Gaining respect and confidence, Boli leaves school with a newfound hope and determination. അപ്പോൾ ഇത്തരത്തിൽ നല്ല രീതിയിലുള്ള റെസ്പെക്റ്റും അല്ലെങ്കിൽ കോൺഫിഡൻസും കൈവരിച്ചതിന് ശേഷം ബോലി എന്താണ്, അവളുടെ പുതിയ ഒരു ഡിറ്റർമിനേഷൻ എന്നൊക്കെ എന്നാൽ എന്താ വരുന്നത്, ദൃഢനിശ്ചയം എന്നാണ് അർത്ഥം വരുന്നത്. അപ്പോൾ എന്താണ്, പുതിയൊരു ഹോപ്പും പിന്നാണെങ്കിൽ ദൃഢനിശ്ചയമൊക്കെ കൊണ്ട് ആ ഒരു സ്കൂൾ വിടുകയാണ് ബോലി ചെയ്യുന്നത്. The section concludes by indicating that Boli's life is about to change positively as she embarks on her journey of education. അപ്പോൾ ഇത് മൂന്നാമത്തെ സെക്ഷനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് അല്ലേ. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ എന്താ പറഞ്ഞത്, ബോലിയുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു പോസിറ്റീവ് ചേഞ്ചസിനെ കുറിച്ചിട്ടാണ്. പിന്നീട് അവളുടെ ഈ ഒരു ജേണിയിലെ പുതിയൊരു ജീവിതത്തിലേക്ക് വരുന്ന എംബാർക്സ് ഓൺ ഹെർ ജേണി, അവളുടെ യാത്ര ആരംഭിക്കുകയാണ് ഇവിടെ നിന്ന് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് സെഷൻ നോക്കാം. ദ വില്ലേജ് ഹാസ്
transformed into a small town with a new developments like a high school, cinema, cotton gaining mill and a railway station. അപ്പം പിന്നീട് അവളുടെ വില്ലേജിലുണ്ടായ മാറ്റങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പം ഈ ഒരു വില്ലേജിലും പലതരത്തിലുള്ള ട്രാൻസ്ഫോർമേഷൻസ് നടന്നിട്ടുണ്ട്. അതായത് കുറച്ചധികം ഡെവലപ്മെൻറ്റ്സ് വന്നിട്ടുണ്ട്. ഹൈസ്കൂളായി വില്ലേജിൽ, പിന്നെ സിനിമ വന്നു തുടങ്ങി, കോട്ടൺ ഗിന്നിങ് മിൽസ് വന്നിട്ടുണ്ട്. അതായത് കോട്ടൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന, അത് പരുത്തി നല്ല രീതിയിൽ ഫാബ്രിക് ആക്കാനുള്ള ആ ഒരു മില്ലിനാണ് ഗിന്നിങ് മില്ല് എന്ന് പറയുന്നത്, കോട്ടൺ ഗിന്നിങ് മില്ല്. പിന്നെ റെയിൽവേ സ്റ്റേഷന് കാര്യങ്ങൾ വന്നു. ഇനി രാംലാൽ ഡിസ്കസസ് എ പ്രൊപ്പോസൽ ഫ്രം ബിഷംബർ for Boli's marriage with his wife. She approves of the marriage because of Bishamber's wealth, lack of dowry demand and indifference to Boli's physical and mental limitations. അപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാംലാൽ, അതായത് ബോലിയുടെ അച്ഛന്, അവൾക്കൊരു പ്രൊപ്പോസൽ വന്നിട്ടുണ്ട്. ആ ഒരു പ്രൊപ്പോസൽ ബോലിയുടെ അമ്മയുമായിട്ട് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ ബോലിയുടെ അമ്മ അതിനെ തുടർന്നിട്ട് ഇതിന് അഫർമേറ്റീവായിട്ടാണ് സംസാരിക്കുന്നത്, അപ്രൂവ് ചെയ്യുന്നുണ്ട്. കാരണം എന്താണ്, ഇവിടെ ബോലിയുടെ ഹസ്ബൻഡായിട്ട് വരനായിട്ട് നിൽക്കുന്ന ആ ഒരു ബിഷംബർ എന്ന് പറഞ്ഞിട്ടുള്ള ആൾ കുറച്ച് റിച്ചാണ്, വെൽത്താണ്. അയാൾക്ക് എന്താണ്, ഡൗറി ഡിമാൻഡ് ഇല്ല അല്ലേ, സ്ത്രീധനം വേണമെന്ന് താല്പര്യപ്പെടുന്ന ആളല്ല. കൂടാതെ എന്താണ്, എന്തായാലും ഇറ്റ്സ് ഇൻഡിഫറൻസ് ടു ബോലീസ് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ലിമിറ്റേഷൻസ്. അയാൾ ബോലിയുടെ അപര്യാപ്തതയിൽ കുഴപ്പങ്ങളൊന്നും പ്രകടിപ്പിക്കാത്തൊരു മനുഷ്യനാണെന്ന് ഈ രാംലാലിൻ്റെ ഭാര്യയ്ക്ക് മനസ്സിലാവണം, അല്ലെങ്കിൽ ബോലിയുടെ അമ്മയ്ക്ക് മനസ്സിലാവുകയാണ്. അപ്പം അവർ ഇതിന് വേണ്ടിയിട്ട് അപ്രൂവ് ചെയ്യുകയാണ്, നല്ല ഗുഡ് മാച്ചിങ് ആണെന്ന് അവർ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. ബട്ട് in another part of the courtyard, Boli overhears her parents' ഹഷ്ഡ് കോൺവെർസേഷൻ. അപ്പം എന്താണ്, അപ്പോൾ ഈ ഒരു സമയം ഇങ്ങനെ രാംലാൽ ഭാര്യയോട് പറയുകയാണ് ബോലിക്ക് ഇങ്ങനെ ഒരു പ്രൊപ്പോസൽ വന്നിട്ടുള്ളത്. അതേ ടൈമിൽ ബോലി ഇവർ തമ്മിൽ സംസാരിക്കുന്നത് കേൾക്കുകയാണ് ചെയ്യുന്നത്. വൈൽ ദേ എഗ്രി ടു ദി പ്രൊപ്പോസൽ വിത്തൗട്ട് കൺസിഡറിങ് ഹെർ ഫീലിങ്സ്. അപ്പം എന്താണ്, ഇവർ രണ്ടുപേരും തന്നെ ഈ ഒരു പ്രൊപ്പോസൽ എഗ്രി ചെയ്യാണ്, സമ്മതിക്കുകയാണ് ചെയ്യുന്നത്, വിത്തൗട്ട് കൺസിഡറിങ് ഹെർ ഫീലിങ്സ്. അതായത് അവൾക്ക് എന്താണോ, വിവാഹം കഴിക്കേണ്ടത് ബോലിയാണ്, ബോലിക്ക് എന്താണോ മനസ്സിലുള്ളത് അതൊന്നും കൺസിഡർ ചെയ്യാതെ ഇവർ ആ ഒരു മാരേജിനെ എഗ്രി ചെയ്യാണ്. ദിസ് സെക്ഷൻ ക്ലാരിഫൈസ് ദ പൊസിഷൻ ഓഫ് ഗേൾസ് ഇൻ ദി സൊസൈറ്റി. അപ്പം ഈ ഒരു സെക്ഷനിൽ എന്താണ് ഇവിടെ പറയുന്നത്, എ.ബി. അബ്ബാസ്, അതായത് അന്നത്തെ കാലത്ത് സൊസൈറ്റിയിൽ, സമൂഹത്തിൽ പെൺകുട്ടികൾക്ക് അവരുടെ മാരേജ് ആയാലും അതിന് ഒരു കൺസെൻറ്റ് നൽകാൻ പറ്റത്തില്ല. അതൊക്കെ എന്താണ്, കൂടുതലായിട്ടും പാരൻസ് എന്താണോ തീരുമാനിക്കുന്നത് അതിന് കൂടെ നിൽക്കാൻ എന്നുള്ള രീതിയിലേക്കായിരുന്നു. ഇറ്റ് ഓൾസോ ഹൈലൈറ്റ്സ് ദാറ്റ് ഈവൻ if the locality has changed much to modernization, the mindset of the local people has not become modern yet. അപ്പോൾ എന്താണ് ഇവിടെ കാണിക്കുന്നത്, ഹൈലൈറ്റ് ചെയ്യുന്നത്, അതായത് നമ്മുടെ ലൊക്കാലിറ്റിയിലുള്ള സമൂഹത്തിലുള്ള പല കാര്യങ്ങളും മോഡേണൈസ്ഡ് ആണെങ്കിൽ കൂടെയും അവിടെ ലോക്കൽ പീപ്പിൾസ്, അവിടെ ആ ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന ആൾക്കാരുടെ മൈൻഡ് സെറ്റ് അല്ലേ, അത് ഒരിക്കലും മോഡേൺ ആവാൻ പോകുന്നില്ല എന്നതാണ് ഈ ഒരു സെക്ഷനിൽ പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ നോട്ട് വർത്തി ദാറ്റ് ഇറ്റ് ഈസ് രാംലാൽ ദ ഫാദർ ഹു ഈസ് സ്ലൈറ്റ്ലി കൺസേൺഡ് അബൌട്ട് ബോലീസ് ഒപ്പീനിയൻസ്. അപ്പം ഇവിടെ നോട്ട് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോലിയുടെ അച്ഛൻ്റെതാണ്. അതായത് ശരിക്കും അവളുടെ അച്ഛന് കുറച്ചും കൂടെ ബോലിയുടെ ഫ്യൂച്ചർ നന്നാവണം എന്നാഗ്രഹിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അവരെന്താണ്, കൺസേൺഡ് ആയിരുന്നു അല്ലേ, എന്താണ്, മകളുടെ ഒരു ഇഷ്ടം കൂടെ നോക്കിയാൽ നന്നായിരുന്നെന്ന് അദ്ദേഹം വിചാരിച്ചിട്ടുണ്ട്. ആൻഡ് ദ മദർ, despite being a woman, does not find it relevant to seek the bride's consent. പക്ഷെ എന്നിരുന്നാൽ പോലും ഒരു ലേഡി ആയിരിക്കെ, ബോലിയുടെ അമ്മ, അല്ലെങ്കിൽ ഒരു വിമൺ ആയിരിക്കെ ബോലിയുടെ അമ്മ ശരിക്കും ഈ ഒരു ബ്രൈഡിൻ്റെ കൺസെൻറ്റ് വേണം എന്നുള്ള ഒരു ചിന്താഗതിക്കാരിയല്ല.
കറക്റ്റ് ലോക്കൽ പീപ്പിളായിട്ട് തന്നെ, അല്ലെങ്കിൽ പണ്ടത്തെ ഓൾഡ് ജനറേഷനിൽ തന്നെ അങ്ങനെ തന്നെ നിൽക്കുന്ന ഒരു അമ്മയായിട്ടാണ് അവർ മാറുന്നത്. അവർക്ക് ശരിക്കും മകളുടെ തീരുമാനം പ്രകാരം കല്യാണം നടക്കണ്ട, ഇവർ രണ്ടുപേരും തീരുമാനിച്ചാൽ മതി എന്ന ഒരു ചിന്താഗതിക്കാരിയാണ് ബോലിയുടെ അമ്മ ഇവിടെ വരുന്നത് കേട്ടോ. ബിഷംബർ നാഥ് എ പ്രോസ്പെറസ് ബ്രോസർ. അപ്പം ബിഷംബർ നാഥ് എന്നാണ് നമ്മുടെ ഈ ബോലിയെ മാരേജ് ചെയ്യാൻ പോകുന്ന ആ ഒരു ആളുടെ നെയിം വരുന്നത്. എന്താണ്? പ്രോസ്പെറസ് ഗ്രോസറാണ്. പ്രോസ്പെറസ് ഗ്രോസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സമൃദ്ധമായിട്ടുള്ള പലചരക്ക് വ്യാപാരിയാണ് പ്രോസ്പെറസ് ഗ്രോസർ വരുന്നത്. അറൈവ്സ് വിത്ത് എ ഗ്രാൻഡ് വെഡിങ് പ്രൊസഷൻ. അപ്പോൾ എങ്ങനെയാണ് അദ്ദേഹം വരുന്നത്? ഇറ്റ്സ് എ ഗ്രാൻഡ് വെഡിങ് പ്രൊസഷൻ. പ്രൊസഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഘോഷയാത്ര എന്നാണ് അർത്ഥം വരുന്നത്. അപ്പം ഈ ഒരു ബോലിയുടെ വീട്ടിലേക്ക് മാരേജ് സംബന്ധമായിട്ട് വരുന്നത് വലിയൊരു ഘോഷയാത്രയായിട്ടാണ്. ഫോർ ഹിസ് മാരേജ് ടു ബോലി, അല്ലേ? ബോലിയെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് വലിയ കൂട്ടം ജനങ്ങളുമായിട്ട് ഒരു വലിയ ഘോഷയാത്ര കണക്കെയാണ് ഇദ്ദേഹം ഇവിടെ എത്തുന്നത്. കാരണം അതെന്താണ്? ഇദ്ദേഹം ഒരു വലിയ സമൃദ്ധമായിട്ടുള്ള പലചരക്ക് വ്യാപാരിയാണ്. ദ വെഡിങ് ഈസ് എക്സ്ട്രാവാഗൻറ്റ് വിത്ത് മ്യൂസിക് ആൻഡ് ഡെക്കറേഷൻസ്. അപ്പോൾ എന്താണ്, എങ്ങനെയാണ് ഈ ഒരു വെഡിങ് ഉള്ളത്? എക്സ്ട്രാവാഗൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിര് കടന്ന എന്നാണ് അർത്ഥം വരുന്നത്. അപ്പോൾ എന്താണ്, ഡെക്കറേഷൻസ് ആയാലും തോരണങ്ങളായാലും അല്ലെങ്കിൽ മ്യൂസിക്, അല്ലേ, പാട്ട് കാര്യങ്ങളൊക്കെ ആണെങ്കിലും അത് എക്സ്ട്രാവാഗൻ്റ് ആണ്. അത്രയ്ക്കും ഗംഭീരമായിട്ടുള്ള ആ ഒരു ഘോഷയാത്ര അല്ലെങ്കിൽ വെഡ്ഡിങ് ആയിരുന്നു അവിടെ നടക്കുന്നത്. രാംലാൽ ഇസ് thrilled ടു സീ ഹിസ് ഡോട്ടേഴ്സ് ലാവിഷ് വെഡിങ്. അപ്പം ഇവിടെ ബോലിയുടെ അച്ഛനായിട്ടുള്ള രാംലാൽ ശരിക്കും ത്രില്ലിലാണ്. കാരണം ഇത്രയും വലിയ ലാവിഷ് ആയിട്ടുള്ള വെഡ്ഡിങ് കാണുമ്പോൾ സ്വന്തം മകളുടെ, അല്ലേ, നല്ലൊരു മാരേജ് ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിരുന്ന ഒരാളാണ് ബോലി. അപ്പോൾ അവൾക്ക് ഇത്രയും നല്ലൊരു അവസരം കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഇത്രയും നല്ലൊരു പ്രപ്പോസൽ വരുന്നതിൽ ഇയാൾക്ക് ഭയങ്കര സന്തോഷം തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ഇത്രയും ലാവിഷായിട്ടുള്ള വെഡ്ഡിങ് കാണാനും അച്ഛൻ നല്ല രീതിയിൽ ആഗ്രഹിച്ചിട്ടുണ്ട്. ആൻഡ് വൈൽ ഹെർ എൽഡർ സിസ്റ്റേഴ്സ് എൻവി ഹെർ ഗുഡ് ഫോർച്യൂൺ. അപ്പം ഇവിടെ എന്താണ്, ബോലി നാലാമത്തെ പെൺകുട്ടിയാണ്, അല്ലേ? അവരുടെ എൽഡർ സിസ്റ്റേഴ്സ് അവരെന്താണ്, എൻവി എന്ന് വെച്ച് കഴിഞ്ഞാൽ അസൂയ എന്നാണ് അർത്ഥം ഇതിനെ, അസൂയ. അപ്പം ഇത്തരത്തിൽ ബോലിക്ക് വന്ന് ചേർന്നിട്ടുള്ള ഒരു നല്ല ഭാഗ്യത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അല്ലെങ്കിൽ വന്നു ചേർന്നിട്ടുള്ളതിനെ അസൂയയോടെയാണ് ഈ ഒരു ചേച്ചിമാർ കണ്ടിട്ടുണ്ടായിരുന്നത്. ഡ്യൂറിങ് ദ വെഡ്ഡിങ് സെറമണി ബിഷംബർ നാഥ് നോട്ടീസസ് ബോലീസ് പോക്ക് മാർക്സ്. അപ്പോൾ എന്താണ്, ഈ ഒരു വിവാഹത്തോടനുബന്ധിച്ച് നടക്കുന്ന ആ ഒരു ചടങ്ങിൽ ഡ്യൂറിങ് ദി വെഡ്ഡിങ് സെറമണി ബിഷംബർ നാഥ് നോട്ടീസസ് ബോലീസ് പോക്സ് മാർക്സ്. അതായത് നേരത്തെ ബോലിക്ക് വസൂരി വന്നിട്ടുണ്ടായിരുന്നു, ആ ഒരു ടൈമിൽ ലീവ് ചെയ്തിട്ടുള്ള പോക്ക് മാർക്സ് ഉണ്ടായിരുന്നു, അല്ലേ? ഒരു ബ്ലാക്ക് കളറിലുള്ള ആ ഒരു മാർക്ക് ഉണ്ടായിരുന്നു അവളുടെ മുഖത്ത് ഒക്കെ. അപ്പോൾ ഇത് ഈ ഒരു ടൈമിൽ വെഡ്ഡിങ് സെറമണീൻ്റെ ടൈമിലായിരുന്നു ബിഷംബർ നാഥ് നോട്ടീസ് ചെയ്യുന്നത്, ശ്രദ്ധിക്കുന്നത്. ഹി ഡിമാൻഡ്സ് ആസ് ആൻ അഡീഷണൽ ഡൗറി ഓഫ് 5,000 rupees. അപ്പോൾ എന്താണ്, ഇത് കണ്ടപ്പം പെട്ടെന്ന് ഇയാൾക്ക് അത് സഹിക്കാനായില്ല. അപ്പോൾ അദ്ദേഹം എന്താണ്, കുഴപ്പമില്ല, ഞാൻ കെട്ടിക്കോളാം, പക്ഷേ ഒരു ഇതുവരെ ഡൗറി വേണ്ടാന്ന് പറഞ്ഞ ഒരാളായിരുന്നു. പെട്ടെന്ന് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ആൾ പറയാണ്, എന്താണ്, 5,000 രൂപ ഒരു സ്ത്രീധനായിട്ട് തരാമെന്നുണ്ടെങ്കിൽ ഞാൻ ഇയാളെ കെട്ടിക്കോളാം, അല്ലെങ്കിൽ ബോലിയെ വിവാഹം കഴിച്ചോളാം എന്ന് പറയുന്നുണ്ട്. കോസിങ് രാംലാൽ ടു പ്ലീഡ് ആൻഡ് ഇവൻച്വലി കംപ്ലീറ്റ് ടു അവോയ്ഡ് ഹ്യൂമിലിയേഷൻ. അപ്പോൾ എന്താണ്, ഇത് കാരണം നമ്മുടെ ബോലിയുടെ അച്ഛനായിട്ടുള്ള രാംലാലിന് അവരോട്, ഈ ഒരു ബിഷംബർ നാഥിനോട് പ്ലീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യാചിക്കുക എന്നാണ് അർത്ഥം വരുന്നത്, യാചിക്കേണ്ടി വരുന്നുണ്ട്. ആൻഡ് ഇവൻച്വലി കംപ്ലീറ്റ് ടു അവോയ്ഡ് ഹ്യൂമിലിയേഷൻ. കംപ്ലീ എന്ന് വെച്ച് കഴിഞ്ഞാൽ അനുസരിക്കേണ്ടി വരുന്നുണ്ട്, അല്ലേ? ഹ്യൂമിലിയേഷൻ അപമാനിക്കുക എന്നാണ് അർത്ഥം വരുന്നത്. അപ്പം ഈ ഒരു അപമാനം സഹിക്കാതെ ഇവിടെ ഇത് അപമാനിതനാവുകയാണല്ലേ ചെയ്യുന്നത്. 5,000 rupees ഒക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അപമാനിതനാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവരെന്താണ്, ഓക്കെ ഞാൻ സമ്മതിച്ചു കൊടുക്കുകയാണ്, 5,000 rupees തരാമെന്ന് ഇവിടെ രാംലാൽ പറയുകയാണ് ചെയ്യുന്നത്. ആഫ്റ്റർ ദാറ്റ് when ബിഷംബർ നാഥ് വാസ് agreed to proceed with the ceremony. അപ്പോൾ ഇങ്ങനെ സമ്മതിച്ചു കൊടുത്തപ്പം ബിഷംബർ നാഥ് പറഞ്ഞു, ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു വെഡ്ഡിങ് കണ്ടിന്യൂ ചെയ്യാന്ന്. ബോലി സഡൻലി അൺവെയിൽസ് ഹെർസെൽഫ്. അപ്പം ഇവിടെ ബോലി ഇതൊക്കെ ഈ ഒരു കാര്യങ്ങളൊക്കെ കാണുകയാണല്ലേ ചെയ്യുന്നത്. അപ്പോൾ അവരെന്താണ്, അൺവെയിൽ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അനാവരണം ചെയ്യുക എന്നാണ് അർത്ഥം വരുന്നത്. അപ്പം ശരിക്കും ആ ഒരു സൊസൈറ്റിയിലൊക്കെ ഇങ്ങനെ വധു മുഖം മൂടിയിട്ടിട്ടായിരിക്കും വരുന്നത്.
അപ്പം പെട്ടെന്ന് ബോലി അതൊക്കെ കഴിച്ചു മാറ്റുന്നുണ്ട്. ഇൻ എ ബോൾഡ് മൂവ് ഷീ ഫ്ലിങ്സ് ദി ഗാർലാൻഡ് ഇൻ ടു ദ ഫയർ. അപ്പം ഗാർലാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂമാല അല്ലേ, വധൂവരന്മാരിടുന്ന ആ ഒരു പൂമാലയാണ് നമ്മൾ ഗാർലാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ അവൾ കഴുത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്ന ആ ഒരു ഗാർലാൻഡ് എന്താണ്, ഫയറിലേക്ക്, തീയിലേക്ക് വലിച്ചെറിയാണ് ചെയ്യുന്നത്. ഡിസ്കാർഡ്സ് ഹെർ വെയിൽ. കൂടാതെ എന്താണ്, അവളുടെ ആ ഒരു വെയിൽ എന്ന് വെച്ചാൽ മുഖാവരണം, അതും കൂടി എടുത്തു മാറ്റാണ്. ആൻഡ് ലുക്സ് അറ്റ് വിശംബർനാഥ് വിത്ത് കോൾഡ് കണ്ടംപ്റ്റ്. അപ്പം അത് കഴിഞ്ഞപ്പം ഈ ഒരു മുഖാവരണം മായ്ച്ചതിന് ശേഷം വിശംബർനാഥിനെ നോക്കിയിട്ട് ഇവള് പറയാണ് വിത്ത് കോൾഡ് കണ്ടംപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് അവജ്ഞതയോടെ ഒരു ഡിസ്റെസ്പെക്റ്റ് സൂചിപ്പിക്കുകയാണ്. കാരണം നമ്മളെ ഒരാളെ അവഹേളിച്ച് കഴിഞ്ഞാൽ നമ്മൾ അവരെ മുഖത്ത് നോക്കിയിട്ട് എന്താ, ഒരു പുച്ഛഭാവത്തോടെ അല്ലെങ്കിൽ ഒരു അവജ്ഞാഭാവത്തോടെ നോക്കുമല്ലോ, അതിനാണ് കോൾഡ് കണ്ടംപ്റ്റ് എന്ന് പറയുന്നത്. At her wedding, Boli suddenly speaks clearly and loudly, surprising everyone. അപ്പം ആ ഒരു ടൈമിൽ എന്താണ്, അവളുടെ വെഡ്ഡിങ്ങിൻ്റെ ടൈമിൽ ബോലി ഇങ്ങനെ പെട്ടെന്ന് ആക്രോശിക്കാണ്. ക്ലിയർലി ആൻഡ് ലൗഡ്ലി, നല്ല വ്യക്തതയോടുകൂടെ ഒച്ചയോടുകൂടെ ഇങ്ങനെ സംസാരിക്കുകയാണ്. സർപ്രൈസിങ് എവരി വൺ. അപ്പോൾ എല്ലാവരെയും ഇത് പെട്ടെന്ന് സർപ്രൈസ് ആക്കിയിട്ടുണ്ട്. കാരണം ഒരു പെൺകുട്ടിയാണ്, അപ്പോൾ അവളാണ് ഇങ്ങനെ ലൗഡായിട്ട് സംസാരിക്കുക. അതും അവളുടെ തന്നെ വെഡ്ഡിങ് സെറിമണീൻ്റെ ആണ്. ഷീ റെഫ്യൂസസ് ടു മാരി വിശംബർനാഥ്. അപ്പോൾ എന്താണ്, ആ ഒരു ടൈമിൽ ബോലി ഒരു തീരുമാനത്തിൽ എത്തപ്പെടുകയാണ് ചെയ്യുന്നത്. റെഫ്യൂസസ് ടു മാരി വിശംബർനാഥ്. വിശംബർനാഥിനെ വിവാഹം കഴിക്കില്ല എന്ന് നിരസിക്കാണ് ചെയ്യുന്നത് അവിടെ. ഡിനൗൺസിങ് ഹിം ആസ് മീൻ, ഗ്രീഡി ആൻഡ് കണ്ടംപ്റ്റബിൾ. അപ്പോൾ എന്താണ്, ഡിനൗൺസ് ചെയ്യാന്ന് വെച്ചിക്കഴിഞ്ഞാൽ അപലപിക്കുകയാണ്. അതായത് ഇത്രയും ഒരു മീനെന്ന് വെച്ച് കഴിഞ്ഞാൽ അധമനായിട്ടുള്ള, അല്ലെങ്കിൽ ഈ പൈസയോട് ആർത്തിയുള്ള, അത്യാഗ്രഹിയുള്ള, കണ്ടംപ്റ്റബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്ദ്യനായിട്ടുള്ള ഈ ഒരാളെ ആണല്ലോ ഞാൻ കല്യാണം കഴിക്കാൻ പോകേണ്ടിയിരുന്നത് എന്ന് ആലോചിച്ച് അവൾ അല്ലെങ്കിൽ അങ്ങനെ പറയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിവാഹത്തെ ഡിനൗൺസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഹർ ഫാമിലി ആൻഡ് ഗസ്റ്റ് ആർ ഷോക്ക്ഡ്. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പം, എനിക്ക് വിവാഹം വേണ്ടെന്ന് പറയുമ്പം അത് കേട്ട് കഴിഞ്ഞപ്പോൾ എന്താണ്, അവിടെ ഉണ്ടായിരുന്ന ഗസ്റ്റിനും അവളുടെ ഫാമിലിയും ഒക്കെ ഭയങ്കര ഷോക്കിലാണ്. ബട്ട് ഷീ സ്റ്റാൻഡ് ഹർ ഗ്രൗണ്ട് റിജക്റ്റിംഗ് ദി മാരേജ് പ്രപ്പോസൽ. പക്ഷെ എന്നിരുന്നാൽ പോലും എന്താണ്, അവളുടെ ആ ഒരു വാക്കിനൊപ്പം തന്നെ നിലനിൽക്കാണ്. ഒരിക്കലും ഇയാളെ മാരേജ് ചെയ്യില്ല, അവളുടേതായിട്ടുള്ള രീതിയിൽ തന്നെ നിലനിൽക്കുന്നുള്ള രീതിയിലേക്ക് പറയുകയാണ്. Boli's actions led Bishambharnath and his party to leave. അപ്പം ഇത്തരത്തിൽ ബോലി ഇങ്ങനെ സംസാരിച്ച് തുടങ്ങിയപ്പം എന്താണ്, ബിശംബർനാഥും അവരുടെ പാർട്ടിയും അവിടെ നിന്ന് ലീവ് ചെയ്യുന്നു. അവർ ഫാമിലി മെമ്പേഴ്സൊക്കെ ലീവ് ചെയ്തു. എൻഡിങ് ദ സെറിമണി അബ്രപ്റ്റ്ലി. അപ്പോൾ എന്താണ്, അവിടെ ആ ഒരു നടന്നുകൊണ്ടിരിക്കുന്ന വിവാഹ ചടങ്ങ് അവിടെ മുടങ്ങുകയാണ് ചെയ്യുന്നത്. Despite her father's concerns about her future, Boli expresses her determination to serve her parents. അപ്പോൾ എന്താണ്, ഇവിടെ നമ്മുടെ ബോലിയുടെ അച്ഛന് അല്ലെങ്കിൽ അമ്മയ്ക്കാണെങ്കിലും അവളുടെ ഫ്യൂച്ചറിനെ കുറിച്ചിട്ട് ഒരു മുൻധാരണ ഉണ്ടാവും അല്ലേ, അതിന് ഒരു പേടി ഉണ്ടാവും. പക്ഷേ അങ്ങനെ ഉണ്ടായിരുന്നിട്ട് പോലും അവളുടെ ഫ്യൂച്ചർ നല്ല രീതിയിൽ അവളുടെ അച്ഛനെയും അമ്മേനെയും സെർവ് ചെയ്തിട്ട് നോക്കാൻ തന്നെ വിചാരിക്കുകയാണ്. ഷീ ഡിസൈഡഡ് ടു ടീച്ച് അറ്റ് ദി സ്കൂൾ ഫ്രം വർ ഷീ ഗോട്ട് എഡ്യൂക്കേഷൻ വിത്ത് ദ ടീച്ചേഴ്സ് സപ്പോർട്ട് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ ഇവിടെ എന്താണ്, അവൾ പിന്നീട് തീരുമാനിക്കുകയാണ് ചെയ്യുന്നത്. ഷീ ഡിസൈഡഡ് ടു ടീച്ച് അറ്റ് ദി സ്കൂൾ അല്ലേ, അവൾ മുൻപേ എവിടെയാണോ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയിട്ടുണ്ടായിരുന്നത് ആ ഒരു സ്കൂളിൽ തന്നെ ടീച്ചറായിട്ട് കയറാൻ വേണ്ടിയിട്ട്, ബാക്കിയുള്ള കുട്ടികളെ സ്റ്റുഡൻസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവൾ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. Her decision to reject the marriage proposal is a powerful statement about her self-worth and the importance of choosing a partner who respects her. അപ്പോൾ എന്താണ്, അപ്പോൾ ഇവളുടെ ഈ ഒരു മാരേജ് പ്രപ്പോസൽ റിജക്റ്റ് ചെയ്യാനുള്ള ഡിസിഷന് അവൾ വലിയൊരു പവർഫുൾ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് കരുതുന്നത്. ഇതിലൂടെ അവളുടെ വ്യക്തിത്വ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടും പിന്നെ ഒരു നല്ലൊരു പാർട്ട്ണറെ ജീവിതത്തിലേക്ക് കണ്ടെത്തേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസും അവൾ ഇതിലൂടെ മനസ്സിലാക്കി തരുന്നുണ്ട്.
The teacher's role in Boli's journey symbolizes the positive impact of education and empowerment. അപ്പോൾ ഇവിടെ എന്താണ്, നമ്മുടെ ബോലിയുടെ ജീവിതത്തിൽ ഒരു ടീച്ചർ കാരണമാണ് ഇത്തരത്തിൽ ഇവൾക്ക് സെൽഫായിട്ടുള്ള കറേജ് കിട്ടിയിട്ട് ഒരു നല്ല രീതിയിൽ ഈ ഒരു കാര്യത്തെ, മാരേജ് പ്രപ്പോസലിനെ നല്ല രീതിയിൽ അഭിമുഖീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതെന്താണ്, ഇതൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് അല്ലേ എഡ്യൂക്കേഷൻ്റെ, നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഇവിടെ നൽകുന്നത്. എംപവർമെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശാക്തീകരണം എന്നാണ് അർത്ഥം വരുന്നത്. Boli's newfound strength and the teacher's satisfaction with her decision suggests that Boli's future is one of self-reliance and fulfillment. അപ്പോൾ എന്താണ്, അപ്പോൾ ഇത്തരത്തിൽ ബോലി ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ന്യൂ ഫൗണ്ട് സ്ട്രെങ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ആ ഒരു സ്ട്രെങ്ത് അല്ലേ, ആ ഒരു ക്ഷമത, അപ്പം ഇത് എന്താണ് ടീച്ചറിന് മതിയാവോളം സംതൃപ്തി നൽകുന്നതും കൂടാതെ അവളുടെ ഈ ഒരു ഡിസിഷൻ, തീരുമാനം അവളുടെ തന്നെ ജീവിതത്തിലെ വലിയൊരു നാഴികക്കല്ലാവുക. അല്ലെങ്കിൽ സെൽഫ് റിലയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വയാശ്രയം എന്നാണ് പറയുന്നത്, അർത്ഥം വരുന്നത്. അപ്പം ഫുൾഫിൽമെൻറ്റ്, പൂർത്തീകരണമാണ് അല്ലേ, നല്ല രീതിയിലുള്ള ഫ്യൂച്ചർ നയിക്കാൻ പറ്റുമെന്ന് അവൾക്കുള്ളൊരു ആത്മവിശ്വാസം നൽകുന്നതായിരിക്കും. അപ്പം ഇത്രയാണ് നമ്മുടെ ഈ ഇന്നത്തെ ചാപ്റ്റർ വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ചാപ്റ്റർ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ബോലിയാണ് നമ്മുടെ മെയിൻ കഥാപാത്രം. അപ്പം അവളുടെ ഡിസ്ഫിഗറിങ് കാരണമാണ് അവൾക്ക് വിദ്യാഭ്യാസം കിട്ടുന്നത്. പക്ഷെ ആ ഒരു വിദ്യാഭ്യാസം കാരണമാണ് അവൾക്ക് എന്താണ് ഇത്രയും വന്ന ഒരു വലിയ അവൾക്ക് വന്നിരിക്കുന്ന മാരേജ് പ്രപ്പോസലിനെ നല്ല ധൈര്യത്തോടു കൂടെ എതിർക്കാനുള്ള കാരണവും പിന്നീട് അവൾക്ക് എന്താണ് വിദ്യാഭ്യാസം ഉള്ളത് കൊണ്ട് തന്നെ അവൾക്ക് വീണ്ടും അവൾക്കൊരു ഫ്യൂച്ചർ അവൾക്ക് തന്നെ കണ്ടെത്താന്നുള്ള ആ ഒരു പവർ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഈ ഒരു ചാപ്റ്റർ വരുന്നത്. ഇനി നമുക്കുണ്ടല്ലോ ഈ ഒരു ചാപ്റ്ററിന് ചോദിച്ചേക്കാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ കണ്ടു കഴിഞ്ഞാൽ ചാപ്റ്റർ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പം ക്വസ്റ്റ്യൻസ് തന്നെ നമുക്ക് പെട്ടെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, വോട്ട് ഇൻസിഡൻറ്റ് മെയ്ഡ് ബോലി എ ബാക്ക്വേർഡ് ചൈൽഡ്? ഏത് ഇൻസിഡൻ്റ് ആണ് ബോലിയെ ഒരു ബാക്ക്വേർഡ് ചൈൽഡായിട്ട് മാറ്റാൻ കാരണം? അപ്പം എന്താണ്, അപ്പം ഈ ഒരു ബോലി ഞാൻ കഥയിലെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ബോലി വീഴാൻ ഒരു ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ട്, ഹെഡ് ഇഞ്ചുറി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എന്താണ് അവരുടെ ബ്രെയിന് ഡാമേജ്ഡ് ആയിട്ടുണ്ട്, അത് കാരണമായിരുന്നു എന്ന്. ഇനി രണ്ടാമത് വരുന്നത്, അറ്റ് വാട്ട് ഏജ് ഡിഡ് ബോലി ഹാവ് ആൻ അറ്റാക്ക് ഓഫ് സ്മോൾ പോക്സ്? എത്രാമത്തെ വയസ്സിലായിരുന്നു സ്മോൾ പോക്സിൻ്റെ അറ്റാക്ക് അവൾക്ക് വന്നിട്ടുണ്ടായിരുന്നത്? വാട്ട് വാസ് ഇറ്റ്സ് എഫക്റ്റ് ഓൺ ഹർ ലുക്സ്? അതെങ്ങനെയാണ് അവളുടെ ലുക്കിനെ ബാധിച്ചിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ സൗന്ദര്യത്തെ ബാധിച്ചിട്ടുണ്ടായിരുന്നത്? അപ്പം എന്താണ്, അവളുടെ രണ്ടാമത്തെ വയസ്സിലായിരുന്നു അല്ലേ അവൾക്ക് സ്മോൾ പോക്സ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ എന്താണ് പോക്ക് മാർക്ക് അവളുടെ എല്ലാ ഫുൾ ബോഡിയിലും അവൾക്ക് ഒരുമാതിരി ബ്ലാക്ക് പോക്ക് മാർക്ക് അല്ലേ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇനി മൂന്നാമത്, വൈ ഡിഡ് ബോലി ടോക്ക് വെരി ലിറ്റ്? എന്തുകൊണ്ടാണ് ബോലി എപ്പോഴും ചെറുതായിട്ട് കുറച്ച് മാത്രം സംസാരിക്കുന്നത്? എന്താണ് അവൾ എന്താണ് പേടിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, സ്റ്റാമർ, പെട്ടെന്ന് സംസാരിക്കുന്നതിൽ അവൾ പെട്ടെന്ന് സ്റ്റാമർ ആയിട്ടുണ്ട്, പേടിച്ചിട്ടുണ്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ. ഷീ വാസ് ലോഫ്ഡ് അറ്റ് ആൻഡ് മിമിക്ഡ് ബൈ ദ ചിൽഡ്രൻസ്. അപ്പോൾ അവൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അത് ബാക്കിയുള്ള കുട്ടികളും മിമിക് ചെയ്യുന്നുണ്ട് അല്ലേ, അവളെ പരിഹസിക്കുന്നുണ്ട്. ആ കാരണത്താലൊക്കെയാണ് അവൾ അത്രയ്ക്കും കുറച്ച് സംസാരിക്കാൻ കാരണമായത്. വാട്ട് കൈൻഡ് ഓഫ് ഫാർമർ രാംലാൽ വാസ്? ഏത് തരത്തിലുള്ള ഫാർമറാണ് രാംലാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ? ഒരു പ്രോസ്പെറസ് ഫാർമറാണല്ലേ രാംലാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ആൻഡ് വാട്ട് വാസ് ഹിസ് വെറി അബൌട്ട് ബോലി? എന്തുകൊണ്ടാണ് അദ്ദേഹം ബോലിയെ കുറിച്ചിട്ട് അത്രയ്ക്കും ദുഃഖിതനാവാൻ കാരണം? എന്താണ്, അതായത് അവളുടെ ലുക്കിങ്ങിലും ഇൻ്റലിജൻസ് കുറവും കാരണമാണ്. ലാക്ക് ഓഫ് ഗുഡ് ലുക്കിംഗ് ആൻഡ് ഇൻ്റലിജൻസ്. ആര്, നമ്മുടെ ഈ ഒരു രാംലാൽ അവളുടെ ഫ്യൂച്ചറിനെ കുറിച്ചിട്ട് വറീഡ് ആയിരിക്കുന്നത്. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വൈ ഡിഡ് ദ തഹസിൽദാർ ആസ്ക് രാംലാൽ ടു സെൻഡ് ഹിസ് ഡോട്ടേഴ്സ് ടു സ്കൂൾ? ഗിവ് 2 റീസൺസ്. എന്തുകൊണ്ടാണ് തഹസിൽദാർ രാംലാലിൻ്റെ പെൺകുട്ടികളെ സ്കൂളിലേക്കാൻ പറഞ്ഞത്? അതിൻ്റെ 2 റീസൺസ് പറയാം. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുതിയതായിട്ടാണ് ഈ ഒരു പ്രൈമറി സ്കൂള് ഗേൾസിന് വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ എന്താണ് പുതിയ അഡ്മിഷന് ആവശ്യമായിട്ടുണ്ട്. പിന്നെ
പിന്നെയാണെങ്കിൽ എന്താണ് ഇവിടെ തഹസിൽദാർ രാംലാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുട്ടികളെ കൊടുക്കാന്നുണ്ടെങ്കിൽ അല്ലേ, അപ്പോൾ ഒരു വില്ലേജേഴ്സിൽ തന്നെയുള്ള ഒരാളാണ്. അപ്പോൾ ആള് ഇവിടെ കുട്ടികളെ കൊടുക്കാന്നുണ്ടെങ്കിൽ അത് തന്നെയായിരിക്കും ബെസ്റ്റ്. നമ്മുടെ വില്ലേജസിൽ ഓപ്പൺ ചെയ്തിട്ടുള്ള സ്കൂളാണല്ലോ, അപ്പോൾ അതും ബെസ്റ്റ് ഓപ്ഷനാണ്. അതുകൊണ്ടാണ് ഈ 2 കാരണത്താലുമാണ് ഇവിടെ തഹസിൽദാർ രാംലാലിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് വൈ രാംലാൽസ് വൈഫ് ഡിസഗ്രീഡ് വെൻ ഹി കൺസൾട്ടഡ് ഹെർ ഫോർ സെൻഡിങ് ഹെർ ഡോട്ടേഴ്സ് ടു സ്കൂൾ. അപ്പോൾ എന്തുകൊണ്ടാണ് രാംലാലിൻ്റെ വൈഫ് ഡിസഗ്രി ചെയ്തിട്ടുണ്ടായിരുന്നത്? ഡിസഗ്രി ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അനുവദിച്ചു കൊടുക്കാതിട്ടുണ്ടായിരുന്നത് അവരുടെ മക്കളെ സ്കൂളിലേക്ക് അയക്കാൻ വേണ്ടിയിട്ട്. എന്തുകൊണ്ടായിരുന്നു? കാരണം അവർ വിവാഹം കഴിക്കാൻ വൈകുമോ എന്ന ഭയത്താലാണ്. അപ്പോൾ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സ്ത്രീകൾക്ക് പൊതുവെ വിവാഹപ്രായം അല്ലെങ്കിൽ വിവാഹം കഴിച്ച് കൊണ്ടുപോകൽ കുറവാന്നുള്ള ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ്. ഇനി 7ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഹൗ ഫൈനലി രാംലാൽസ് വൈഫ് അഗ്രീഡ് ടു സെൻഡ് ബോലി ടു സ്കൂൾ. അപ്പോൾ എന്തുകൊണ്ടാണ് അപ്പം അവസാനം രാംലാലിൻ്റെ വൈഫ്, അതായത് ബോലിയുടെ അമ്മ, അവളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കാമെന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ്? അതായത് ബോലി അവളുടെ അഗ്ലി ഫേസ് കാരണമൊക്കെ വെച്ചിട്ട്, കുറച്ച് ലിറ്റിൽ സെൻസൊക്കെ വെച്ചുകൊണ്ട് തന്നെ അവൾക്ക് മാരി ചെയ്യാനുള്ള ഇത് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അവൾക്കൊരു എഡ്യൂക്കേഷൻ കൊടുക്കാന്നുണ്ടെങ്കിൽ അത് ബെറ്ററാണെന്ന് തോന്നി. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ആണെങ്കിൽ തഹസിൽദാർ അപേക്ഷിച്ചതുമാണല്ലോ, അപ്പം ഇത്രയും മക്കളുണ്ടായിട്ട് ഒരാളെങ്കിലും കൊടുക്കാന്നുള്ള ആ ഒരു സാറ്റിസ്ഫാക്ഷനും ഉണ്ടല്ലോ. പിന്നെയാണെങ്കിൽ വൈ ഡിഡ് ബോലി ഫീൽ ഫ്രൈറ്റൻഡ് അറ്റ് ദി ഐഡിയ ഓഫ് ബീയിങ് ടേക്കൺ ടു സ്കൂൾ. അപ്പോൾ എന്തുകൊണ്ടാണ് ബോലി പേടിച്ചിട്ടുണ്ടായിരുന്നത് അവളെ സ്കൂളിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ? എന്തുകൊണ്ടാണ്? അപ്പം അവൾക്ക് ഒരു ഐഡിയ ഇല്ല അല്ലേ എന്താണ് സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവൾ അതിന് മുന്നേ ഈ ഒരു സ്കൂളിനെ കുറിച്ചിട്ട് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് അവൾ ഫ്രൈറ്റൻഡ് ആയിട്ട് പേടിക്കാൻ കാരണം. ഇനി 9ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നു കഴിഞ്ഞാൽ വാട്ട് ചേഞ്ചസ് കെയിം ഓവർ ദ വില്ലേജ് ഇൻ എ ഫ്യൂ ഇയേഴ്സ്. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ആ ഒരു ഗ്രാമത്തിൽ ഉണ്ടായിട്ടുണ്ടായിരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. എന്തൊക്കെയാണ്? പുതിയ ഹൈസ്കൂൾ വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ സിനിമ ഹാള്, കോട്ടൺ ഗിന്നിങ് മില്ല് വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ ആണെങ്കിൽ റെയിൽവേ സ്റ്റേഷനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. ഇത്രയും കാര്യങ്ങളാണ് വില്ലേജിൽ, ഗ്രാമത്തിൽ വന്നിട്ടുണ്ടായിരുന്ന മാറ്റങ്ങൾ. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ വാസ് ബിഷംബർ അവൽ ടു ഡു ബ്രൈഡ് ഗ്രൂം. അപ്പം ബിഷംബർ എങ്ങനെ ഒരു സമ്പന്നനായിട്ടുള്ള വരനായിരുന്നു എന്ന് വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം എന്തൊക്കെയാണത് വരുന്നത്? ബിഷംബറിന് ഒരു പ്രോസ്പെറസ് ഗ്രോസറാണ് അല്ലേ, പലചരക്ക് വ്യാപാരിയാണ് അദ്ദേഹം വരുന്നത്. അപ്പം ഇയാൾക്ക് ഹിസ് ഓൺ ഹൗസ് തന്നെ ഉണ്ട്. പിന്നെ ആണെങ്കിൽ ബാങ്ക് ബാലൻസും കൂടുതലുള്ള വലിയൊരു മുതലാളി തന്നെയായിരുന്നു ബിഷംബർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ വാസ് ദ ഗ്രാൻഡ് പ്രൊസഷൻ ഫോർ ബോലീസ് വെഡ്ഡിങ്. അപ്പോൾ ബോലിയുടെ വെഡ്ഡിങ്ങിലുണ്ടായിരുന്ന ആ ഒരു വലിയ ഘോഷയാത്ര എങ്ങനെ ഉണ്ടായിരുന്നു എന്നാണ്. അപ്പം അതെങ്ങനെയാണ്? ഡെക്കറേഷനും വലിയ മ്യൂസിക്കൊക്കെ വെച്ചിട്ടുള്ള വലിയൊരു ഘോഷയാത്ര തന്നെയായിരുന്നു ഈ ഇന്ത്യൻ ഫിലിമിലൊക്കെ കാണുന്നത് പോലെ തന്നെയുള്ളത്. അപ്പോൾ അതാണ് അതിവിടെ എഴുതി കൊടുക്കേണ്ടത്. ഇനി 12ാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് രാംലാൽ ഫീൽ അബൌട്ട് ദ ഗ്രാൻഡ്യൂർ ഓഫ് ബോലീസ് വെഡ്ഡിങ്. അപ്പം എങ്ങനെയാണ് ഈ ഒരു രാംലാലിന് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്? നമ്മുടെ ഈ ഒരു ഗ്രാൻഡ്യൂർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മഹത്വം എന്നാണ് അർത്ഥം വരുന്നത്. എത്രത്തോളം രീതിയിലാണ് മഹത്വവൽക്കരിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നന്നായിട്ട് ഈ ഒരു രാംലാലിന് ഈ ഒരു വെഡ്ഡിങ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്, അനുഭവിച്ചിട്ടുണ്ടായിരുന്നതാണ്. ആൻഡ് അതിൻ്റെ ആൻസർ എന്താ വരുന്നത്? ശരിക്കും അയാൾ ഭയങ്കര ത്രില്ലിലായിരുന്നു അല്ലേ, ഓവർ ജോയിഡാണ്. അതായത് അയാൾ ഒരിക്കലും വിചാരിച്ചിട്ടുള്ള അയാളുടെ 4ാമത്തെ മകൾക്ക് ഇങ്ങനെ ഇത്രയും വലിയൊരു ഗ്രാൻഡ് വെഡ്ഡിങ് തന്നെ നടക്കുന്നത് അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഓവർ ജോയിഡായിരുന്നു. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വൈ ഡിഡ് ബോലി റെഫ്യൂസ് ടു മാരി ബിഷംബർ. ബിഷംബറിനെ വിവാഹം കഴിക്കുന്നതിൽ നിന്ന് പിന്മാറാൻ കാരണം എന്തായിരുന്നു ബോലി?
അതുകൊണ്ടാണ് വൈ ഡിഡ് ബോലി റെഫ്യൂസ് ടു മാരി ബിഷംബർ എന്ന് ചോദിച്ചത്. എന്തുകൊണ്ടാണ്? അതായത് അവൾക്ക് തോന്നിയിട്ടുണ്ട് ബിഷംബർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്കും ഗ്രീഡി ആയിട്ടുള്ള, പൈസയുടെ ആർത്തിയുള്ള ഒരു മനുഷ്യനാണ്, ഒരു സ്നേഹത്തിന് വില കൽപ്പിക്കാത്ത, പൈസ മാത്രം വലുതെന്ന് വിചാരിക്കുന്ന ഒരു ഗ്രീഡി മാനാണെന്ന്. അതുകൊണ്ടാണ് അവൾ ബിഷംബറിനെ വിവാഹം കഴിക്കുന്നതിൽ നിന്നും പിന്മാറിയിട്ടുള്ളത്. ഇനി 14ാമത്തെ ക്വസ്റ്റ്യൻ, ബോലീസ് ഡിസിഷൻ നോട്ട് ടു മാരി ബിഷംബർ ഷോഡ് ദാറ്റ് ഷീ വാസ് നൗ. അപ്പോൾ എന്താണ് ബോലിയുടെ ഡിസിഷൻ ആണല്ലേ, ഒരിക്കലും ബിഷംബറിനെ ഇനി കെട്ടരുതെന്ന് അല്ലെങ്കിൽ വിവാഹം ചെയ്യരുതെന്നുള്ളത്. അപ്പം അതെന്താണ് കാണിക്കുന്നത്? ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, അതൊന്നൊന്ന് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഷെയിംലെസ് ആൻഡ് ഇൽ മാനേഡ്. ഷെയിംലെസ് ആൻഡ് ഇൽ മാനേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലജ്ജയില്ലാത്ത, മോശം പെരുമാറ്റമുള്ള ഒരാളാണ് അയാളെന്ന്, ബിഷംബറെന്ന്. പിന്നെ രണ്ടാമത് വരുന്നത് ബോൾഡ് ആൻഡ് കോൺഫിഡൻറ്റ്. ബോൾഡ് ആൻഡ് കോൺഫിഡൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ധൈര്യവും ആത്മവിശ്വാസവും ഉള്ള ഒരാളാണെന്നാണ്. മൂന്നാമത് വരുന്നത് എ ഡംബ് ആൻഡ് ഹാർംലെസ് കൗ. അതായത് എന്താണ്? മൂകവും നിരുപദ്രവകാരിയും എന്നാണ് കേട്ടോ അതിൻ്റെ അർത്ഥം വരുന്നത്. ഡംബ് ആൻഡ് ഹാർംലെസ് കൗ. ഡി വരുന്നത് ഷാർപ്പ് ആൻഡ് റൂഡ്. എന്താണ്? മൂർച്ചയുള്ളതും പരുഷവുമായിട്ടുള്ള ആൾ. അപ്പോൾ ഇവിടെ എന്താ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്? എന്തുകൊണ്ടാണ് ബിഷംബറിനെ അവൾ മേരി ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ ആ ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്നതെന്ന്? അത് അവളുടെ ബോൾഡ് ആൻഡ് കോൺഫിഡൻറ്റ് മൂവ്മെൻ്റ് ആണ് കേട്ടോ. ആൻസർ ആയിട്ട് എഴുതേണ്ടത് ഓപ്ഷൻ ബി ആണ്. What did Boli plan to do in the future after rejecting the marriage proposal? അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ ചോദിക്കുന്നത്? ഈ ഒരു മാരേജ് പ്രപ്പോസൽ റിജക്റ്റ് ചെയ്തതിന് ശേഷം ബോലിയുടെ നെക്സ്റ്റ് ഭാവി പരിപാടി എന്താണെന്നാണ്. ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഷീ വാണ്ടഡ് ടു ബിക്കം എ ടീച്ചർ. ഒന്നാമത്തെ ഓപ്ഷനിൽ പറയുന്നത് അവൾക്ക് ടീച്ചർ ആവണം എന്നുള്ളതാണ്. രണ്ടാമത് വരുന്നത് ഷീ ഇൻറ്റൻഡ് ടു ലീവ് ഹെർ ഫാമിലി. എന്താണ് ഇൻറ്റൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദ്ദേശിക്കുക, ടു ലീവ് ഹെർ ഫാമിലി, അതായത് അവളുടെ ഫാമിലിയെ വേർപിരിഞ്ഞിരിക്കണമെന്ന്. പിന്നെയാണെങ്കിൽ ഷീ വാസ് ഗോയിങ് ടു മേരി സംവൺ എൽസ്, അതായത് വേറൊരു വ്യക്തിയെ വിവാഹം കഴിക്കാൻ അവൾ ആഗ്രഹിക്കുന്നു. അതാണ് മൂന്നാമത്തെ ഓപ്ഷൻ വരുന്നത്. ഡി വരുന്നത് ഷീ പ്ലാൻ ടു ലിവ് അലോൺ. നാലാമത്തെ ഓപ്ഷൻ വരുന്നത് എന്താണ്? അവൾ ഒറ്റയ്ക്ക് താമസിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇതിൽ നിന്ന് ഏത് കാരണം കൊണ്ടാണ് അവൾ ബിഷംബറിൻ്റെ മാരേജ് പ്രപ്പോസൽ റിജക്റ്റ് ചെയ്യാൻ കാരണം? അപ്പം എന്തുകൊണ്ടാണ്? ഷീ വോണ്ടഡ് ടു ബിക്കം എ ടീച്ചർ അല്ലേ. എന്താണ്? അവൾക്ക് ഒരു ടീച്ചർ ആവാനുള്ള അതിയായിട്ടുള്ള മോഹമുണ്ട്. അതുകൊണ്ടാണ് അവൾ ആഫ്റ്റർ റിജക്റ്റിങ് ഈ ഒരു മാരേജ് പ്രപ്പോസൽ റിജക്റ്റ് ചെയ്തതിന് ശേഷം ഭാവി പരിപാടിയായിട്ട് ചൂസ് ചെയ്യുന്നത്. ആൻഡ് 16th ക്വസ്റ്റ്യൻ, ദർ വാസ് എ ലൈറ്റ് ഓഫ് ഡീപ്പ് സാറ്റിസ്ഫാക്ഷൻ ഇൻ ദ ടീച്ചേഴ്സ് ഐസ്. വൈ? അപ്പോൾ എന്താണ് അവിടെ 16ാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? അവിടെ ടീച്ചറിൻ്റെ കണ്ണുകളിൽ അത്രയ്ക്കും നല്ല അഗാധമായിട്ടുള്ള സംതൃപ്തി കാണുന്നുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടാണെന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. എന്തുകൊണ്ടാണ്? ബിക്കോസ് ആ ഒരു ടീച്ചർ അത്രയ്ക്കും സംതൃപ്തി അടഞ്ഞിട്ടുണ്ട് അല്ലേ. ഈ ഒരു സ്കൂള് അല്ലെങ്കിൽ അവർ പഠിപ്പിച്ചത് മുഖേന തന്നെ വലിയൊരു മാറ്റം തന്നെ ഈ ഒരു ബോലിയിൽ, വലിയൊരു ചേഞ്ച് തന്നെ ബോലിയിൽ വന്നിട്ടുണ്ട്. അവൾ വെരി ബോൾഡ് ആൻഡ് കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയായിട്ട് മാറിയിട്ടുണ്ട് മുൻപത്തേതിൽ നിന്ന്. അപ്പോൾ അതാണ് ഇത്തരം വലിയൊരു അഗാധമായിട്ടുള്ള സാറ്റിസ്ഫാക്ഷന് ടീച്ചർക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസറായിട്ട് എഴുതേണ്ടത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത്. ആൻസേഴ്സ് കാര്യങ്ങളൊക്കെ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ല രീതിയിൽ തന്നെ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.